ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്ന് നമ്മൾ അക്കാഡമിക്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് SSC MTS 2019 എക്സാമിനിൽ ചോദിച്ച എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 2019 ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലൂടെയും നമ്മൾ എന്ത് ചെയ്യും, കടന്നു പോകുന്നതായിരിക്കും. അതിൽ ആൻസർ നമ്മൾ കാണുകയും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ചില ഭാഗങ്ങൾ എന്താണ് എന്നൊന്ന് സൂചിപ്പിക്കുകയും കൂടി നമ്മൾ സാധാരണ ചർച്ചകളിൽ ചെയ്യുന്നത് പോലെ ഇവിടെ നമ്മൾ ചെയ്തു പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ മനസ്സിലാക്കുക കൃത്യമായിട്ട്, എന്നിട്ട് അത് എന്ത് ട്രെൻഡ് അനുസരിച്ചാണ് ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന കാര്യം കൂടി പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമുക്ക് എന്ത് ചെയ്യാം, എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. ഫിസ്ക്കൽ പോളിസി ഈസ് ഫോർമുലേറ്റഡ് ബൈ ഡാഷ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫിസ്ക്കൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്, തയ്യാറാക്കുന്നത് ആരാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏത് ക്ലാസ് ആണെന്ന് ശ്രദ്ധിക്കേണ്ടത് പബ്ലിക് ഫൈനാൻസ്, ആ ഭാഗങ്ങളിലൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഭാഗത്ത് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ സമയത്ത് തന്നെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് 2 തരം പോളിസികളാണ് പ്രധാനമായിട്ടും ഒരു രാജ്യത്തിലുള്ളത് എന്ന്. ഒന്ന് ഫിസ്ക്കൽ പോളിസിയാണ്, മറ്റൊന്നെന്താണ്, മോണിറ്ററി പോളിസിയാണ് അല്ലേ. മറ്റൊന്ന് മോണിറ്ററി പോളിസിയാണ്. ഇതിൽ ഫിസ്ക്കൽ പോളിസി എപ്പോഴും ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, അത് ഗവൺമെൻറ് ആയിരിക്കും, ആ രാജ്യത്തെ ഗവൺമെൻറ് ആയിരിക്കും. ഇവിടെ ഈ പെർട്ടിക്കുലർ ഭാഗത്ത് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ, അത് ഫൈനാൻസ് മിനിസ്റ്ററി എന്നായിരുന്നു. എന്തായിരുന്നു, ഫൈനാൻസ് മിനിസ്റ്ററി എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻസറാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ആരാണ് ഫിസ്ക്കൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്? ജനറലി പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കും. ഗവൺമെൻറ്റിൽ ആരാണ് ഈ ഫൈനാൻസ് റിലേറ്റഡ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അത് ഫൈനാൻസ് മിനിസ്ട്രി ആയിരിക്കും. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നു, എന്താണ് മോണിറ്ററി പോളിസി, അല്ലെങ്കിൽ ആരാണ് മോണിറ്ററി പോളിസി കൈകാര്യം ചെയ്യുന്നത്? മോണിറ്ററി പോളിസി കൈകാര്യം ചെയ്യുന്നത് എല്ലായിടങ്ങളിലും സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ആരാണ്? സെൻട്രൽ ബാങ്കാണ് എല്ലായിടങ്ങളിലും മോണിറ്ററി പോളിസി കൈകാര്യം ചെയ്യുക. അപ്പോൾ അതൊന്നുകൂടി സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആരായിരിക്കും അത്? ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആരാണ്? RBI അല്ലേ. ബാങ്കർ ഓഫ് ബാങ്ക്സ് എന്നൊക്കെ അറിയപ്പെടുന്ന RBI ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ മോണിറ്ററി പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി ആരുടെ അണ്ടറിലാണ്? ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്. സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ ഫൈനാൻസ് മിനിസ്ട്രി. മോണിറ്ററി പോളിസി ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഏതൊരു രാജ്യത്തിലും അത് സെൻട്രൽ ബാങ്ക് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യയുടെ കാര്യത്തിൽ അത് RBI. പല തവണയായിട്ടുള്ള ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ഇനി ഫിസ്ക്കൽ പോളിസി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ടേം എടുത്താൽ എക്കണോമിക്സിൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നമുക്ക് അതിനുള്ള ലക്ഷ്വറി ഇല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ. അതുകൊണ്ട് നിങ്ങൾ ഫിസ്ക്കൽ പോളിസി എന്താണെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ക്ലാസ്സിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഗവൺമെൻറ്റിൻ്റെ ട്രഷറി റിലേറ്റഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ട് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫിസ്ക്കൽ പോളിസിയിൽ എന്ത് ചെയ്യുക, നോക്കുക. ഗവൺമെൻറ്റിന് എത്ര റെസിപ്റ്റുകളുണ്ട്, എന്താണ് റെസിപ്റ്റ് പറഞ്ഞാൽ എന്താ അർത്ഥം? വരവ് എത്രയ്ക്കാണ്, എക്സ്പെൻഡിച്ചർ എത്രയുണ്ട്, ചിലവ് എത്രയ്ക്കാണ്, പബ്ലിക് ഡെപ്റ്റ് എങ്ങനെയാണ് അല്ലെ, പൊതു കടം എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഫിസ്ക്കൽ പോളിസി കൊണ്ടാണ് എന്ത് ചെയ്യുക, അവർ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൂടി നോക്കാം നിങ്ങൾക്ക്? കൺസോളിഡേറ്റ് ഫണ്ട്, കണ്ടിൻജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട് അല്ലേ, ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്ത് നിങ്ങൾ ആലോചിച്ച് ഇവയൊക്കെ കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ച് നോക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് എ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? അതായത് 4 പേരുകൾ തന്നിട്ടുണ്ടാവും അല്ലേ. അതിൽ റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ ആയിട്ട് വർക്ക് ചെയ്യാത്ത ഇതിലെ ആളാരായിരുന്നു? അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഈ റിസർവ് ബാങ്ക് ഗവർണർമാരെ മുഴുവൻ എങ്ങനെ പഠിച്ചു വെക്കാൻ പറ്റുമെന്ന്. അതിൻ്റെ ഓപ്ഷൻ, അതായത് ഉത്തരം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഉത്തരം സുനിൽ അറോറ എന്നായിരുന്നു. അപ്പോൾ നിങ്ങളിൽ ചില ആളുകൾക്കെങ്കിലും ഇങ്ങനെ ആയിരുന്നു അല്ലേ എന്ന് തോന്നിയിട്ടുണ്ടാവും. എന്താ കാരണം? സുനിൽ അറോറ എന്ന് പറയുന്നത് നമ്മളുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്തുള്ള 2019 എന്തായിരുന്നു, അദ്ദേഹം നമ്മളുടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു? ഇലക്ഷൻ കമ്മീഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സുനിൽ അറോറ എന്നുള്ള നമ്മൾ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹെഡുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് പോകാറുള്ളത് അല്ലേ, SSC എക്സാമിനേഷന്. അപ്പോൾ സുനിൽ അറോറ എന്നുള്ള പേര് അതിൽ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാ ഗവർണർമാരെയൊന്നും അറിഞ്ഞില്ലെങ്കിലും സുനിൽ അറോറ അതിലില്ല, അത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആളാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ സുനിൽ അറോറയായിരുന്നു ഇവിടെ
എന്ത് ഉത്തരം. ഇനി RBI ഗവർണർമാരെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചില പ്രധാനപ്പെട്ട പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടേ. എപ്പോഴാണ് RBI രൂപീകരിക്കുന്നത്? RBI ആക്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സായിട്ട് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് അല്ലേ? അങ്ങനെയാണല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ വരുന്നുണ്ട്. ആദ്യത്തെ നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു, ഗവർണർ ആരായിരുന്നു നിങ്ങൾക്കറിയാമോ? അത് ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു അല്ലേ? ആദ്യം ഒരു ഇന്ത്യക്കാരനായിരുന്നില്ല. ഓസ്ബോൺ സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു വിദേശിയായിട്ടുള്ള ആളായിരുന്നു എന്ത്, നമ്മളുടെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്. രണ്ടാമത് പിന്നീട് ആര്, ജെയിംസ് ടൈലർ വരുന്നുണ്ട്. മൂന്നാമത്തെ ഗവർണറാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരൻ RBIയുടെ ഗവർണറായിട്ട് വരുന്നത്. അതാരായിരുന്നു? അത് CD ദേശ്മുഖ് ആയിരുന്നു. ആരായിരുന്നു ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഗവർണർ, RBIയുടെ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖ് ആയിരുന്നു. ഓക്കെ അല്ലേ? അപ്പം ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ RBI ഗവർണർ CD ദേശ്മുഖാണ്. 1943 മുതൽ 49 വരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് അപ്പോൾ ആരായിരുന്നു RBIയുടെ ഗവർണർ? CD ദേശ്മുഖ് ആയിരുന്നു അല്ലേ? 43 മുതൽ 49 വരെയുള്ള കാലഘട്ടത്തിൽ ശ്രീ CD ദേശ്മുഖ് RBIയുടെ ഗവർണറായി. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഇതിന് ശേഷം വരുന്ന നാലാമത്തെ നമ്മളുടെ RBIയുടെ ഗവർണർ ആരായിരുന്നു നിങ്ങൾക്കറിയാമോ? അത് ബെനഗൽ രാമറാവു ആയിരുന്നു. ആരാണ്? ബെനഗൽ രാമറാവു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ലോങ്ങസ്റ്റ് ടേം, എന്താ പറയുക, ലോങ്ങസ്റ്റ് ടേം RBI ഗവർണറായിട്ടിരുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെനഗൽ രാമറാവു ആണ്. ബെനഗൽ രാമറാവു, BR റാവു എന്നൊക്കെ പറയും ചില സമയങ്ങളിൽ. അപ്പോൾ ബെനഗൽ രാമറാവു 1949 മുതൽ 57 വരെ ഇദ്ദേഹമായിരുന്നു എന്ത്, നമ്മളുടെ RBIയുടെ ഗവർണർ. ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, പുഷ് ചെയ്യപ്പെടുന്നത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കുക. പിന്നീട് പ്രധാനപ്പെട്ട ചില ആളുകളൊക്കെ ഉണ്ട്. LK ഝാ ഉണ്ട് അല്ലേ? ബാങ്ക് നാഷണലൈസേഷൻ 1969 നടക്കുമ്പോൾ LK ഝാ ആണ് എന്ത്, നമ്മളുടെ RBIയുടെ ഗവർണർ. പിന്നീട് M നരസിംഹം, ഡോക്ടർ മൻമോഹൻ സിംഗ്, വെങ്കിട്ടരമണൻ, ഡോക്ടർ C രംഗരാജൻ തുടങ്ങിയ ഒരുപാട് ആളുകൾ എന്തുണ്ട്, നമ്മളുടെ ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. വെങ്കിട്ടരമണൻ, ഡോക്ടർ C രംഗരാജൻ തുടങ്ങിയവരുടെ സമയത്തൊക്കെയാണ് നമ്മൾ എന്ത് കാണുന്നത്, LPG റിഫോമുകളൊക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട ഇന്ത്യയുടെ സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന സമയത്ത് ആരെല്ലാമാണ് ഗവർണർമാരെന്ന് നോക്കുക. അല്ലെങ്കിൽ ഇതുപോലെ CD ദേശ്മുഖിനെ പോലെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഒന്നാമത്തെ ഇന്ത്യൻ RBI ഗവർണർ തുടങ്ങിയ കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. BR റാവു ലോങ്ങസ്റ്റ് ടേം അല്ലേ? ഇത്തരം കാര്യങ്ങളൊന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണ്, പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹെഡിനെ ഒന്ന് നോക്കി വെക്കണം. കാരണം സുനിൽ അറോറ ഇലക്ഷൻ കമ്മീഷണർ ആണെന്ന് നമുക്ക് അറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഈ ക്വസ്റ്റ്യൻ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനി? ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനി അല്ലാത്തത് താഴെ തരുന്നവയിൽ ഏതാണ്? ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ബേസിക് ആയിട്ടുള്ള നോളജ് എന്തിനെ കുറിച്ച് വേണം? കേൾക്കുമ്പോൾ നമുക്ക് പേര് ഇന്ത്യൻ കമ്പനിയാണെന്ന് തോന്നുമെങ്കിലും ഇന്ത്യൻ കമ്പനി അല്ലാത്ത കുറേ കമ്പനീസ് നമുക്കിവിടെയുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് യൂണിലിവർ ആയിരുന്നു. എന്തായിരുന്നു? ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തീർച്ചയായിട്ടും നമ്മൾ എന്താണെന്നാണ് വിചാരിക്കുക, അത് തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ കമ്പനിയാണെന്നാണ് വിചാരിക്കുക. പക്ഷേ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്തല്ല, ഒരു ഇന്ത്യൻ കമ്പനിയല്ല. അത് ആക്ച്വലി ഒരു ബ്രിട്ടീഷ് ഡച്ച് കോൺഗ്ലോമറേറ്റ് ആണ്. എന്താണ്? ഒരു ബ്രിട്ടീഷ് ഡച്ച് കോൺഗ്ലോമറേറ്റ് ആണ് യൂണിലിവർ എന്ന് പറയുന്നത്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ധാരാളം കമ്പനീസ് ഇതുപോലെയുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദാഹരണം നമുക്ക് എടുക്കാൻ പറ്റുന്നത് ബാറ്റയാണ്. ബാറ്റ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയുടെ സ്വന്തം ചെരുപ്പായിട്ടാണ് കണക്കാക്കാറുള്ളത്. ബാറ്റ ഒരു സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. കോൾഗേറ്റ് എന്നുള്ള പേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളുടെ ഒരു ഭാഗമാണ് അല്ലേ. ആ കോൾഗേറ്റ് ആക്ച്വലി ഒരു അമേരിക്കൻ US ബേസ്ഡ് കമ്പനിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾസ് എന്ന് പറയും, അതൊരു USA ബേസ്ഡ് ആണ്. ആ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾസ് എന്ന് പറയുന്നതിൽ ഇന്ത്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ആക്ച്വലി USA ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഇന്ത്യൻസ് ആണ് ഈ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഇന്ത്യയല്ല.
അതുപോലെ തന്നെ റൈനോൾസ് പേനകളില്ലേ, റൈനോൾസ് പേനകളൊക്കെ, ആ റൈനോൾസ് പേന എന്ന് പറയുന്ന റൈനോൾസ് എന്നുള്ള കമ്പനി ഏതാണ്? ഒരു US ബേസ്ഡ് കമ്പനിയാണ്. ബൂസ്റ്റ് ഒക്കെ എവിടെ നിന്നാണ്? ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും ഓരോരുത്തർ മാറി മാറി ക്രിക്കറ്റിൽ ആളുകൾ മാറും തോറും ഓരോരുത്തരായിട്ട് വന്നിട്ട് ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയും അല്ലേ. ആ ബൂസ്റ്റ് ആക്ച്വലി ഈ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രൊഡക്റ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? അതും ബൂസ്റ്റും ഇന്ത്യയുടേതല്ല. പിന്നെ മാഗി, എല്ലാവരും മാഗി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. മാഗി ഏത് കമ്പനിയുടെ ഭാഗമാണ്? അത് നെസ്ലയുടെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ഈ നെസ്ലെ എന്തിൻ്റെ ഭാഗമാണ്? നെസ്ലെ കമ്പനി എവിടെ നിന്നാണ് വരുന്നത്? അത് ആക്ച്വലി സ്വിസ് ബേസ്ഡ് കമ്പനിയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് കമ്പനിയാണ് നെസ്ലെ എന്ന് പറയുന്നത്. മറ്റൊരു സോപ്പ് ഉണ്ടല്ലോ, ഏതാണ്? എല്ലാവരും പണ്ടുകാലം മുതലേ ഉപയോഗിക്കുന്ന ലൈഫ് ബോയ് സോപ്പ് അല്ലേ. ഈ ലൈഫ് ബോയ് എന്ന് പറയുന്നത് ബേസിക്കലി ബ്രിട്ടീഷാണ്, ഇംഗ്ലണ്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ലൈഫ് ബോയ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാർ TV നിങ്ങൾക്കറിയാമോ? സ്റ്റാർ TV എങ്ങനെയാണ്? അത് 21st സെഞ്ച്വറി ഫോക്സ് എന്ന് പറയുന്ന വലിയൊരു കമ്പനിയുടെ, അമേരിക്കൻ ബേസ്ഡ് കമ്പനിയിലാണ് സ്റ്റാർ ചാനലുകളെല്ലാം ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ സ്വന്തം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ചാനലുകൾ, ഒരുപാട് പ്രൊഡക്റ്റുകൾ എല്ലാം എന്താണ്? ആക്ച്വലി ഇന്ത്യയുടേതല്ല. മൾട്ടിനാഷണൽ കമ്പനികൾ പലതും നമ്മൾ ഏതല്ല, ഇന്ത്യൻ ഓൺഡ് അല്ല എന്ന് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. ഇതുപോലെ നിങ്ങൾക്കുള്ള പണി എന്താണ്? പ്രധാനപ്പെട്ട, കേട്ടാൽ ഇന്ത്യയുടേതെന്ന് തോന്നുന്ന എന്നാൽ ഇന്ത്യയുടേത് അല്ലാത്തതാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ കേട്ടാൽ എന്ത് തോന്നുന്നത്? പുറത്തെയാണ് എന്ന് തോന്നുന്ന എന്നാൽ ഇന്ത്യയുടേതായിട്ടുള്ള ചില കമ്പനികളുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പീറ്റർ ഇംഗ്ലണ്ട് പോലെയുള്ള ചില കമ്പനികളെല്ലാം ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇത് പുറത്തുള്ള കമ്പനിയാണെന്ന്, പക്ഷേ ആക്ച്വലി അത് ഇന്ത്യൻ കമ്പനി ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കൂ ഏതെല്ലാമാണ് ആ കമ്പനികളെന്ന്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കീം ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ യൂണിയൻ ബഡ്ജറ്റ് 2019-20? ഈ എക്സാം നടന്ന വർഷം നിങ്ങൾ ആലോചിക്കണം, 2019. അതുകൊണ്ട് എന്താണ് ചോദ്യം വരിക? ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും നമുക്ക് ഈ കുറച്ച് കാലമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ 2019-20 പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട ഒരു സ്കീമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ സ്കീം ഏതാണെന്നറിയാമോ? പ്രധാൻമന്ത്രി ശ്രം യോഗി മന്ധാൻ. എന്താണ്? പ്രധാൻമന്ത്രി ശ്രം യോഗി മന്ധാൻ. ശ്രം യോഗി മന്ധാൻ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപിക്കുകയുണ്ടായി, ഒരു സ്കീം പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് എവിടെയാണ്? അൺഓർഗനൈസ്ഡ് സെക്ടറിലും മറ്റുമുള്ള തൊഴിലാളികളെയൊക്കെ കൂടിയിട്ട് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു, ഒരു സ്കീമായിരുന്നു ഇത്. 2019 ബജറ്റിലാണ് ഇത് പ്രഖ്യാപിച്ചത്. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമായിരുന്നു. എന്താണ്? ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമായിരുന്നു. എന്താണ് സെൻട്രൽ സെക്ടർ സ്കീമും സെൻട്രലി സ്പോൺസേഡ് സ്കീമും തമ്മിലുള്ള വ്യത്യാസം? സെൻട്രൽ സെക്ടർ സ്കീമും സെൻട്രലി സ്പോൺസേഡ് സ്കീമും തമ്മിലുള്ള വ്യത്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം വന്നിട്ടുണ്ട്. ഈ സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുന്നത് ബേസിക്കലി മുഴുവൻ തുകയും സെൻട്രൽ തന്നെ വഹിക്കും. മനസ്സിലാവുന്നുണ്ടോ? സെൻട്രൽ സെക്ടർ സ്കീം എന്ന് വെച്ചാൽ ആ പദ്ധതി സ്റ്റേറ്റുകൾക്കൊക്കെ നടപ്പിലാക്കാൻ പറ്റും, സ്റ്റേറ്റുകളായിരിക്കും എടുത്ത് നടപ്പിലാക്കുന്നത് ചിലപ്പോൾ, പക്ഷേ അതിൻ്റെ മുഴുവൻ തുകയും ആര് വഹിക്കും? സെൻട്രൽ തന്നെ വഹിക്കും. സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളാവുമ്പോൾ അതിലൊരു റേഷ്യോ ആര് വഹിക്കും? സെൻട്രൽ വഹിക്കും. മറ്റൊരു റേഷ്യോ ആര് വഹിക്കും? സ്റ്റേറ്റ് വഹിക്കും. ഇത് വിവിധ റേഷ്യോ ആവാം, ചിലപ്പോൾ 60:40 ആവാം, 50:50 ആവാം, ചിലപ്പോൾ 70:30 ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്ന് വെച്ചാൽ സെൻട്രൽ സ്പോൺസർ ചെയ്യും ഒരു സർട്ടൺ എമൗണ്ട്, ബാക്കി എമൗണ്ട് സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. സെൻട്രൽ സെക്ടർ സ്കീമായിട്ടാണ് ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ തുകയും ആരായിരിക്കും? സെൻട്രൽ തന്നെയായിരിക്കും വഹിക്കുക. ഇനി ഈ പ്രൈം മിനിസ്റ്റർ ശ്രം യോഗി മന്ധാൻ എന്ന് പറയുന്ന ഈ സ്കീം എങ്ങനത്തേതാണ്? ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. അപ്പോൾ നിങ്ങൾ ഒരു സ്കീം പഠിക്കുമ്പോൾ ആദ്യം എന്ത് നോക്കണം? അത് സെൻട്രൽ സെക്ടർ സ്കീമാണോ സെൻട്രലി സ്പോൺസേഡ് സ്കീമാണോ എന്ന് പഠിക്കണം. രണ്ടാമത് നിങ്ങൾ പ്രധാനമായും പഠിക്കേണ്ടത് അത് ഏത് മിനിസ്റ്ററിയുടെ അണ്ടറിലാണ് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പ്രധാനമന്ത്രി ശ്രം യോഗി മന്ധാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു. എന്താണ്? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു. നമ്മൾ പറഞ്ഞു അല്ലേ, അൺഓർഗനൈസ്ഡ് സെക്ടറിലെ തൊഴിലാളികളുടെ കാര്യങ്ങളൊക്കെ കൂടിയിട്ട് നോക്കി അവർക്കൊരു പെൻഷൻ കൊടുക്കലാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വളരെ ചുരുക്കി പറയാം. ഇത് ഇനിയും ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല, ചോദിച്ചാൽ ഉപകാരമാവട്ടെ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കോവിഡുമായിട്ടും മറ്റുമൊക്കെ ബന്ധപ്പെട്ടിട്ട് പല സ്കീമുകളും ഈ അടുത്ത് ഇറക്കിയിട്ടുണ്ട് അല്ലേ. ആ പ്രധാനപ്പെട്ട കൂടുതൽ ന്യൂസിൽ കണ്ടിട്ടുള്ള ചില സ്കീമുകളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓടിച്ച് പോവുക. എന്താണ് ബേസിക്കലി ഈ കാര്യമെന്ന് മാത്രം, കുറേ ഡീപ്പായിട്ടൊന്നും പോയി പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് പേര്, ഇത് ഏത് മിനിസ്ട്രിയുടെ അടിയിലാണ്, അത് സെൻട്രൽ സെക്ടർ സ്കീമാണോ സെൻട്രലി സ്പോൺസേഡ് സ്കീമാണോ തുടങ്ങിയ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കുക. ഓക്കെ ആണല്ലോ? ശരി, നോക്കൂ. അപ്പോൾ പ്രധാനമന്ത്രി ശ്രം യോഗി മന്ധാൻ നോക്കുകയാണെങ്കിൽ അത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ 18 മുതൽ 40 വരെ വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾക്ക് ഇതിൽ ചേരാൻ കഴിയും. എന്നിട്ട് എന്ത് ചെയ്യുക? മന്ത്ലി ഒരു സർട്ടൺ തുക എന്ത് ചെയ്യുക? ഇതിൽ ഇടുക, ഈ ഒരു സ്കീമിൽ ചേർന്ന ശേഷം.
അപ്പോൾ 15,000 രൂപ എത്രയാണ്? 15,000 രൂപയിൽ കുറവ് മന്ത്ലി ഇൻകമുള്ള ആളുകൾക്കാണ് ഇതിൽ ചേരാൻ പറ്റുക. ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്കൊന്നും ചേരാൻ പറ്റില്ല. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും? 60 വയസ്സായതിന് ശേഷം എന്ത് ചെയ്യാൻ സാധിക്കും? ഇവർക്ക് മാസത്തിൽ ഏതാണ്ട് 3,000 രൂപ വരെ, അത് ചേരുന്ന സ്കീം അനുസരിച്ചിരിക്കും, ഏതാണ്ട് 3,000 രൂപ വരെ ഇവർക്ക് 60 വയസ്സിന് ശേഷം പെൻഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അവർ ചേരുന്ന സ്കീം അനുസരിച്ചിരിക്കും ഈ പെൻഷൻ തുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിലൊരു സ്കീമായിരുന്നു ഏത്? പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധാൻ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ വർഷം കോവിഡ് റിലേറ്റഡ് ആയിട്ടും അല്ലാത്തതുമായിട്ടൊക്കെയുള്ള പ്രധാനപ്പെട്ട ചില സ്കീമുകൾ ഉണ്ടാവും, അവ നോക്കുക. എന്തുമാത്രം ശ്രദ്ധിക്കുക? സെൻട്രൽ സെക്ടർ സ്കീമാണോ, സെൻട്രലി സ്പോൺസർഡ് സ്കീമാണോ, അല്ലെങ്കിൽ എന്ത് തുകയാണ് അതിൽ കൊടുക്കുന്നത്, അത് ഏത് മിനിസ്റ്ററിയുടെ കീഴിലാണ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക. കൃത്യമാണല്ലോ? അത് മനസ്സിലാക്കിയിരിക്കുന്നു. 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിഷസ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ? IIP എന്ന് പറയുന്ന ഒരു മന്ത്ലി ബേസിസിലാണ് ഇത് ഇറക്കുന്നത്. എല്ലാ മാസവും നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കിട്ടും. അതായത് ഇൻഡസ്ട്രിയുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഇപ്പോൾ എങ്ങനെ പോകുന്നു, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇപ്പോൾ ഏത് രീതിയിൽ പോകുന്നു എന്ന് നമുക്ക് അറിവ് ലഭിക്കുന്ന ഷോർട്ട് ടേം മനസ്സിലാവുന്നു. എല്ലാ മന്തിലും ഇറക്കുകയാണ്. അപ്പോൾ ഷോർട്ട് ടേം ആയിട്ട് കഴിഞ്ഞ മാസത്തിൽ എങ്ങനെ, അതിന് മുൻപത്തെ മാസത്തിൽ എങ്ങനെ, ഈ മാസത്തിൽ എങ്ങനെ എന്നിങ്ങനെ ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിവരങ്ങൾ കിട്ടുന്നതാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്നാണ് ചോദിക്കുന്നത്. അത് CSO ആണ്. എന്താണ് CSOയുടെ ഫുൾ ഫോം? CSO എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. എന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO ആണ് ഇത് ഇറക്കുന്നത്. ഓക്കെ ആണല്ലോ? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയും. എന്താണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ അടിയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ അടിയിലാണ് ആര് വരുന്നത്? ഈ CSO വരുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ബേസിക്കലി ഇത് ഒരു മന്ത്ലി ബേസിസിലാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇറങ്ങുന്നത്. ഏതാണ്ട് ഒരു 6 വീക്സ് 6 ആഴ്ച വരെ ലാഗ് ഉണ്ടാവും. അതായത് നമ്മൾ മാസം എന്ന് പറയുന്നത് കിട്ടുമ്പോൾ നമുക്ക് ഒരു മാസത്തിൽ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു 6 ആഴ്ച കഴിഞ്ഞിട്ട് ലാഗ് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? ഒരു ലാഗൊക്കെ ഉണ്ടാവും, 6 വീക്സോളം ലാഗൊക്കെ ഉണ്ടാവും. എങ്കിലും നമുക്കൊരു മന്ത്ലി ബേസിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറയും? ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ ഒരു ആരോഗ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ആനുവൽ ബേസിസിൽ എന്തുണ്ട്? ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് ഉണ്ട്. അതൊരു ലോങ് ടേം ഒരു അറിവുകളാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് ഇത് എന്താണ്? മന്ത്ലി ബേസിസിലാണ്. ഇത് ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് ആണ്. ഇതെന്താണ്? ലോങ് ടേമിലുള്ള ഒരു ഇൻഡസ്ട്രീസിൻ്റെ ആരോഗ്യം നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ASI എന്നുള്ള ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആരാണ് പുറത്തിറക്കുന്നത്? അത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഏത് മിനിസ്ട്രിയുടെ അടിയിലാണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ അടിയിലാണ്. കൃത്യമാണല്ലോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ വളരെ വേഗത്തിൽ ഒന്നുകൂടി റിവൈസ് ചെയ്യൂ. ഫിസ്ക്കൽ പോളിസീസ് ഫോർമുലേറ്റഡ് ബൈ ഡാഷ് ഇൻ ഇന്ത്യ. ആരാണ്? ഫൈനാൻസ് മിനിസ്ട്രി. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ് പുറത്തിറക്കുന്നത്. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ആരാണ്? സെൻട്രൽ ബാങ്കാണ്. ഇന്ത്യയുടെ കേസിൽ അതാരായിരിക്കും? RBI ആയിരിക്കും. കൃത്യമാണല്ലോ? 2ാമത്തെ ചോദ്യം നോക്കൂ. ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? സുനിൽ അറോറ. സുനിൽ അറോറ എന്തായിരുന്നു? അദ്ദേഹം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. നിങ്ങളിവിടെ നോക്കേണ്ടത് എന്താണ്? വിവിധങ്ങളായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹെഡുകൾ ആരെല്ലാമാണ് എന്നൊന്ന് നോക്കിയിട്ട് പോവുക. 3ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനി? ഏതായിരുന്നു? ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതുപോലെ ബാറ്റ തുടങ്ങിയ പല പ്രധാനപ്പെട്ട ഇന്ത്യയുടേതല്ലാത്ത, കേട്ടാൽ ഇന്ത്യയുടേതാണ് എന്ന് തോന്നുന്ന കമ്പനികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതൊന്ന് റിവൈസ് ചെയ്യുക. ഇതുപോലെ തന്നെ തിരിച്ചും നിങ്ങൾ നോക്കുക. ഇന്ത്യയുടേതാണ് എന്ന് തോന്നാത്ത എന്നാൽ ആക്ച്വലി ഇന്ത്യയുടേതായിട്ടുള്ള കമ്പനികളുമുണ്ട്, മൾട്ടിനാഷണൽ കമ്പനികളുണ്ട്. അതും MNCs ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക. ഇവിടെ എന്താണ് നമ്മൾ നോക്കേണ്ടത്? 2019-20 ബജറ്റിൽ പ്രധാനമന്ത്രി ശ്രം യോഗി മൻധാൻ ഇറക്കുകയുണ്ടായി. നിങ്ങൾ ഈ വർഷം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ കഴിഞ്ഞ ബജറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ COVID-19 ബന്ധപ്പെട്ട് ഇറക്കിയ ചില പ്രധാനപ്പെട്ട സ്കീമുകൾ ഉണ്ടാവും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം കോൺസെൻട്രേറ്റ് ചെയ്യുക. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആരാണ് പുറത്തിറക്കുന്നത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് അത് പുറത്തിറക്കുന്നത്. ഇവരാരുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ കീഴിലാണ് CSO വർക്ക് ചെയ്യുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. ഇതൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രി
ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് എന്ത് ലോങ് ടേം ആയിട്ടുള്ള ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് കൂടി ആലോചിച്ച് വെച്ചേക്കുക. അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോവുകയല്ലേ നമ്മൾ. 6ാമത്തെ ചോദ്യം എന്താണ്? 6ാമത്തെ ചോദ്യം, GST കൗൺസിൽ ഈസ് ഹെഡഡ് ബൈ. പല തവണയായിട്ട് നമ്മൾ GSTയുടെ കുറിച്ച് നമ്മൾ ടാക്സ്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ടാക്സുകൾ, അവയുടെ വരവ് പോക്ക് എല്ലാം കാര്യങ്ങൾ ആര് പിരിക്കുന്നു എന്ന കാര്യം, അതുപോലെ തന്നെ GSTയെ കുറിച്ച്, GST കൗൺസിലിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് 3 ക്ലാസ്സുകൾ കൊണ്ടോ മറ്റോ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഭാഗം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ഓടിച്ച് നോക്കിയിട്ട് പോകണം. മുഴുവൻ ഇരുന്ന് കേൾക്കണമെന്നല്ല പറയുന്നത്, ഒന്ന് ഓടിച്ച് കാണുക, സ്ലൈഡുകളിലൂടെ നിങ്ങൾ പോവുക. ഓക്കെ അല്ലേ. GST കൗൺസിൽ ഈസ് ഹെഡഡ് ബൈ, നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ. GST കൗൺസിൽ ആരാണ് ഹെഡ് ചെയ്യുന്നത്? അത് യൂണിയൻ്റെ ഫൈനാൻസ് മിനിസ്റ്റർ ആണ് അല്ലേ. കേന്ദ്രത്തിലുള്ള ധനകാര്യമന്ത്രി ഇപ്പോൾ നിലവിൽ നിർമ്മല സീതാരാമനാണ് അല്ലേ. യൂണിയൻ ഫൈനാൻസ് മിനിസ്ട്രിയാണ് എന്ത് ചെയ്യുന്നത്? GST കൗൺസിൽ ഹെഡ്, ഫൈനാൻസ് മിനിസ്റ്ററാണ് GST കൗൺസിൽ ഹെഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരാളുണ്ടാവും അല്ലേ, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നോക്കുന്ന ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹവും ഇതിൻ്റെ ഭാഗമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരാൾ കൂടി ഉണ്ടാവും. ആരാണ്? എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള മന്ത്രിമാരുണ്ടാവും അല്ലേ, ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. ഓരോ സ്റ്റേറ്റിനും ഓരോ ടേം ആയിരിക്കാം, പക്ഷേ ഫൈനാൻസ് മിനിസ്റ്റർ ഒരു സ്റ്റേറ്റിൻ്റെ ആരാണോ അവരും ഈ ഒരു GST കൗൺസിലിൽ അംഗമായിരിക്കും. ഇനി GST കൗൺസിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഓർത്തു വയ്ക്കുമല്ലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണിത് വരുന്നത്? 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് എന്ത് നിലവിൽ വരുന്നത്? GST കൗൺസിൽ നിലവിൽ വരുന്നത്. ഏത് ആർട്ടിക്കിളാണ് GST കൗൺസിൽ സൃഷ്ടിച്ചത്? 279A അല്ലേ, 279A എന്ന ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ത് നിലവിൽ വരുന്നത്? GST കൗൺസിൽ നിലവിൽ വരുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്ന കാര്യം, 101ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് GST കൗൺസിൽ നിലവിൽ വരുന്നത് എന്ന കാര്യം, ആർട്ടിക്കിൾ 279A ആണ് GST കൗൺസിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ എന്ന കാര്യം, ഇതിനെ ഹെഡ് ചെയ്യുന്നത് യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്ററാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക. ചോദ്യങ്ങൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി ആക്ടിവിറ്റി. നമുക്കറിയാം എക്കണോമി, ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയെ നമ്മൾ എന്ത് ചെയ്തിരിക്കും? പല സെക്ടറായിട്ട് തിരിക്കും. ഇന്ത്യയിൽ നമുക്കറിയാം പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ടെർഷ്യറി സെക്ടർ ഉണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയ പറയുകയാണെങ്കിൽ ഈ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും. സെക്കൻഡറി എന്ന് പറയുന്നത് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് അഗ്രികൾച്ചറിൽ കൃഷിയും മറ്റു ഉൽപ്പന്നങ്ങളും ബേസിക് ആയിട്ടുള്ള ഫ്രം സ്ക്രാച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നു അല്ലേ. അതിനുശേഷം ഇത് ഇൻഡസ്ട്രിയിലേക്ക് വരികയാണ്. ഈ ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയിലാണ് അല്ലേ, അവിടെ സെക്കൻഡറി. അതിനുശേഷം ഈ ഇൻഡസ്ട്രിക്കും മറ്റും ഉണ്ടാക്കിയ സാധനങ്ങൾക്കും മറ്റു ജനങ്ങൾക്കും എന്ത് ചെയ്യണം? സർവീസുകൾ കൊടുക്കേണ്ടതുണ്ട് ആവശ്യമായ രീതിയിൽ. ആ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടെർഷ്യറി സെക്ടറിൽ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് എന്ത് ചോദിക്കുകയാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി ആക്ടിവിറ്റി. അപ്പോൾ പ്രൈമറി ആക്ടിവിറ്റി അല്ലാത്തത് ഏത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഓപ്ഷൻസിൽ ചിലതെല്ലാം ഉണ്ടാകും. ഓപ്ഷൻസ് ഇതിൽ കൂടെ ഉണ്ടായിരുന്ന സാധനം എന്താണെന്ന് അറിയാമോ? അത് കൺസ്ട്രക്ഷൻ ആയിരുന്നു. എന്തായിരുന്നു? കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. കൺസ്ട്രക്ഷൻ ഒരു അഗ്രികൾച്ചർ റിലേറ്റഡ് പ്രൈമറി ആക്ടിവിറ്റി ആണോ? തീർച്ചയായിട്ടുമല്ല. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? കൺസ്ട്രക്ഷൻ എന്ന ആൻസർ ആയിരുന്നു. അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താണ്? പ്രൈമറി ആക്ടിവിറ്റി, സെക്കൻഡറി ആക്ടിവിറ്റി, ടെർഷ്യറി ആക്ടിവിറ്റി എന്നുള്ളത് 2 മിനിറ്റ് എടുക്കുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കുക, ഓടിച്ച് ഓരോ സെക്ഷനായിട്ട് എന്തെല്ലാമാണ് അതിനടിയിൽ വരുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓപ്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബേസിക് ഐഡിയ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. അഗ്രികൾച്ചർ റിലേറ്റഡ് സാധനങ്ങളാണോ എന്ന് നോക്കുക. ഏതാണ്ട് അതായത് ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ഇതിൽ എന്താണ്? റോ മെറ്റീരിയൽസ്, ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ ഉൽപ്പന്നങ്ങളാണ് ഇൻഡസ്ട്രിയിൽ മോസ്റ്റ്ലി ഉപയോഗിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് സർവീസസ് കൊടുക്കാനാണ് ടെർഷ്യറിയിൽ എന്ത് ചെയ്യുക? കാര്യങ്ങൾ നടക്കുക എന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അങ്ങനെ നിങ്ങൾ ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എവിടേക്ക് പോവുകയാണ്? അടുത്ത ഒന്നിലേക്ക്. പിന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിക്കാം? പ്രൈമറി, ടെർഷ്യറി, സെക്കൻഡറി ടെർഷ്യറി സെക്ടറിൻ്റെയൊക്കെ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷനൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. പേഴ്സൻറ്റേജ് ഒന്നും ചോദിക്കില്ലെന്ന് വിചാരിക്കുന്നു. GDP-യിലേക്ക് ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ ഏതാണ്? അത് ടെർഷ്യറി സെക്ടറാണ്. ഏറ്റവും അധികം ടെർഷ്യറി സെക്ടർ
അതിനുശേഷം സെക്കൻഡറി സെക്ടറാണ് രണ്ടാമത് ഏറ്റവും അധികം GDPക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവസാനമേ എന്തുള്ളൂ, ഈ ഒരു പ്രൈമറി സെക്ടർ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഏതാണ്ട് 60% ആരാണ്, ഏതാണ്ട് 60% GDP ഈ ഒരു ടെർഷറി സെക്ടറിൽ നിന്നാണ്. അതിനുശേഷം ഏതാണ്ട് 28% ആര് കൊടുക്കുന്നുണ്ട്, സെക്കൻഡറി സെക്ടർ കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 12% മാത്രമേ അഗ്രികൾച്ചർ സെക്ടർ കൊടുക്കുന്നുള്ളൂ. എന്നാൽ ഇതിലുള്ള ലേബർ ഫോഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് മാത്രം കോൺട്രിബ്യൂഷനെ പ്രൈമറി സെക്ടർ കൊടുക്കുന്നുള്ളൂ നമ്മൾ പറഞ്ഞു. ഏതാണ്ട് 50% ആളുകൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അവർ പ്രൈമറി സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ കോൺട്രിബ്യൂഷനോ വെറും 12% അടുത്തേ ഉള്ളൂ അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തു വയ്ക്കുക. കൃത്യമാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ ഫൈൻ, അത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റൻ എന്താണ്, 8ാമത്തേത്. ബേസ്ഡ് ഓൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ഹൗ മെനി സെക്ടേഴ്സ് ആർ ദർ ഇൻ ഇന്ത്യൻ എക്കോണമി? നമ്മൾ പറഞ്ഞു അല്ലേ, എത്ര സെക്ടറുകളുണ്ട്, 3 സെക്ടറുകളാണ് എന്നതാണ് SSC നമുക്കതിൽ നൽകിയിട്ടുള്ള ഉത്തരം. ബേസ്ഡ് ഓൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ഹൗ മെനി സെക്ടേഴ്സ് ആർ ദർ ഇൻ ഇന്ത്യൻ എക്കോണമി, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി. അപ്പോൾ 3 സെക്ടറുകൾ എന്നുള്ളതാണ് SSC നമുക്ക് നൽകിയിട്ടുള്ള ഉത്തരം. 9ാമത്തെ ചോദ്യം നോക്കുക. How many languages are there on language panel of Indian currency note? എത്ര ലാംഗ്വേജുകളാണുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ? 15 ലാംഗ്വേജുകളാണ് നമ്മളുടെ ഒരു കറൻസി നോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ കണക്കാക്കേണ്ട കറൻസി നോട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണുള്ളത്. എല്ലാ കറൻസി നോട്ടുകളിലും ആരാണ് ഒപ്പിടുന്നത്? RBI ഗവർണറാണ് എന്ത് ചെയ്യുന്നത്, അതിൽ സൈൻ ചെയ്യുന്നത്, ഒരൊറ്റ നോട്ടിലൊഴികെ. അതേതാണ്? 1 rupee നോട്ട്. 1 രൂപയുടെ നോട്ടിൽ മാത്രം ഒപ്പിടുന്നത് ആരാണ്? അത് ഫൈനാൻസ് സെക്രട്ടറിയാണ്. ആരാണ്? ഫൈനാൻസ് സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ മാത്രം ഒപ്പിടുന്നത്. ഇതിന് കാരണം എന്താണ്? 1 രൂപ നോട്ട് അടിക്കുന്നത് ആരാണ്? അത് ഗവൺമെൻറ് ആണ് അല്ലേ? മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് ആര്? 1 രൂപ നോട്ട് അടിച്ചിറക്കുന്നത്. ബാക്കി എല്ലാ നോട്ടുകളും ആരാണ്? RBI ആണ് അടിക്കുന്നത്. 1 രൂപ നോട്ട് മാത്രം അടിക്കുന്നത് ഗവൺമെൻറ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഫൈനാൻസ് സെക്രട്ടറിയാണ് ഇതിൽ സൈൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ നോട്ടുകളും RBI ഗവർണർ ഒപ്പിടുന്ന സമയത്ത് 1 രൂപ നോട്ട് മാത്രം ഫൈനാൻസ് സെക്രട്ടറി ഒപ്പിടുന്നു. പല തവണ ചോദിച്ചിട്ടുണ്ട്, ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. 10ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഫിക്സഡ് ക്യാപിറ്റലും ഉണ്ട്. ക്യാപിറ്റൽ നിങ്ങൾക്കറിയാമല്ലേ, ഒരു കോർപ്പറേഷനോ ഒരു കമ്പനിയോ ഒക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്, ഫിക്സഡ് ക്യാപിറ്റലും ഉണ്ട്. ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഇതിന് ആ വാക്ക് പറയുന്ന പോലെ തന്നെ ഡേ ടു ഡേ വർക്കുകളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഏത് ക്യാപിറ്റലാണോ സഹായിക്കുന്നത് അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡേ ടു ഡേ നടക്കണം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് ഏതാണ്? ക്യാഷ്, കയ്യിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് അല്ലെങ്കിൽ മണി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ക്യാഷ്, മണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണ്? റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ വേജസ്, റെന്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതെല്ലാം എന്താണ്? ഒരു ക്യാഷ് മണി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ? റോ മെറ്റീരിയൽസിൻ്റെ ഇൻവെന്ററീസ് ഉണ്ടായിരിക്കും, ഇതുപോലെ ക്യാഷ് ഈക്വലൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. ബേസിക്കലി ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്തായിരിക്കും? അത് ഡേ ടു ഡേ രീതിയിലുള്ള ഒരു ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതൊക്കെ എന്താണ്? മെഷീനുകൾ, ലാൻഡ്, അതുപോലെ തന്നെ എന്ത് വരും? ഒരു പ്ലാന്റ്, ഒരു ഫാക്ടറി ഉണ്ടാവില്ല, അതിൻ്റെ ഒരു പ്ലാന്റ് മൊത്തത്തിൽ, അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ്, ഇവയെല്ലാം എങ്ങനെയാണ്? ഇവയെല്ലാം ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റലാണ്. ഇവയിൽ നിന്ന് തുടർച്ചയായിട്ട് നമുക്ക് വരുമാനം കിട്ടും. ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയുള്ള ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും, ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ഫിക്സഡ് ക്യാപിറ്റൽ എന്നും പറയുന്നു. ഫിക്സഡ് ക്യാപിറ്റലിന് ഉദാഹരണം എന്ന് പറയുന്നത് മെഷീനുകൾ, ലാൻഡ്, പ്ലാന്റ്, അതുപോലെ തന്നെ വെഹിക്കിൾസ് എന്നിവയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാഷ്, മണി, അല്ലെങ്കിൽ എന്താണ് പറയുക, ബാക്കിയുള്ള ഇൻവെൻറ്ററീസ്, ക്യാഷ് ഈക്വലൻസ് ആയിട്ടുള്ള സാധനങ്ങൾ, വേജുകൾ, റെൻറ്റ്, ഇവയെല്ലാം എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇവയൊക്കെ ഇങ്ങനെ വർക്കിംഗ് ഡേ ടു ഡേ ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള സാധനം, ഒരു വർഷത്തിൽ താഴെയൊക്കെ എന്താണ് സംഗതികൾ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി നോക്കൂ, ഒന്ന് വളരെ വേഗത്തിൽ ഒന്നുകൂടി നോക്കൂ. GST കൗൺസിൽ ഈസ് ഹെഡഡ് ബൈ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ. GST കൗൺസിലുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ചർച്ച, ടാക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി ആക്ടിവിറ്റി? നോട്ട് എ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അതിലൊന്നും വീഴരുത്. നോട്ട് എ പ്രൈമറി ആക്ടിവിറ്റി കൺസ്ട്രക്ഷൻ അല്ലെ? അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത് ബേസിക്കലി പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. 3 സെക്ടറായിട്ടാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ തിരിച്ചിട്ടത്.
പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി എന്ന കാര്യം ആലോചിക്കുക. നോട്ടിൽ എത്ര ഭാഷകളാണുള്ളത്? 15 ഭാഷകളാണുള്ളത്. 1 റുപ്പി നോട്ടിലൊഴികെ ബാക്കി എല്ലാത്തിലും ആരാണ്? RBI ഗവർണറാണ് ഒപ്പിടുന്നത്. 1 രൂപ നോട്ടിൽ മാത്രം ആര് ഒപ്പിടുന്നു? ഫൈനാൻസ് സെക്രട്ടറിയാണ് ഒപ്പിടുന്നത് എന്ന കാര്യം മറക്കാതെ ഓർക്കുക. 10ാമത്തെ ചോദ്യം എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വർക്കിംഗ് ക്യാപിറ്റൽ? നമ്മൾ പറഞ്ഞു കൃത്യമായിട്ട് ഏതാണ്? മണിയായിരുന്നു. അടുത്ത ചോദ്യം നോക്കൂ. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സിറ്റി? AIIB എന്ന് പറയും. എന്താണ് AIIB? അതായത് ഏഷ്യയിലെ രാജ്യങ്ങൾ മാത്രമുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല അത്. നമ്മൾ സ്റ്റാറ്റിക് GKയിൽ ഓർഗനൈസേഷൻസിനെ കുറിച്ച് ചർച്ച നടത്തിയപ്പോൾ നമ്മൾ ഈ AIIBയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. USAയും ജപ്പാനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതിൽ നിന്ന് വിട്ടുനിന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ AIIB, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ചൈനയിലെ ബെയ്ജിങ്ങിലാണ്. എവിടെയാണ്? ഇതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ബെയ്ജിങ്ങിലാണ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ തലസ്ഥാനം എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യുക? ആലോചിച്ച് വെക്കുക. 2016 ജനുവരി മുതലാണ് എന്ത് ചെയ്യുന്നത്? ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. 57ഓളം ഫൗണ്ടിങ് മെമ്പേഴ്സാണ് ഇതിൽ ഉണ്ടായിരുന്നത്. വേൾഡ് ബാങ്കിൽ അല്ലെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിലൊക്കെ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ അംഗങ്ങളാവാൻ പറ്റും. ചൈനയ്ക്കാണ് ഏറ്റവും അധികം വോട്ടിംഗ് ഷെയർ ഉള്ളത്. ഏതാണ്ട് 26% വോട്ടിംഗ് ഷെയർ ചൈനയ്ക്കാണ്. 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. പക്ഷെ അടുത്തൊന്നുമില്ല. ഏതാണ്ട് 7.6 മറ്റേ ഇന്ത്യക്കുള്ളൂ. അപ്പോൾ വോട്ടിംഗ് ഷെയർ ഈ രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ബേസിക്കലി എങ്ങനെയാണ്? ഒരു ചൈന ലെഡ് ആയിട്ടുള്ള ഒരു ബാങ്കാണ് ഇതെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് USAയും ജപ്പാനും ഒക്കെ ഇതിൽ നിന്ന് വിട്ടു നിന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 12ാമത്തേത്. GST ഈസ് നോട്ട് അപ്ലിക്കബിൾ ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്? അപ്പോൾ നമ്മൾ GST കുറിച്ച് പഠിച്ച ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു സ്ലൈഡിൽ പ്രത്യേകം നമ്മൾ ലിസ്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങൾ ഇപ്പോഴും GSTയുടെ ഉള്ളിലല്ല. ഇപ്പോൾ റീസെൻറ്റ് ഇവൻറ്റുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശക്തമായ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. പെട്രോളിൻ്റെ വില വല്ലാതെ കയറിപ്പോയപ്പോൾ പെട്രോൾ GSTയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ ശക്തമായ ആവശ്യം പലയിടങ്ങളിൽ നിന്ന് വരികയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നേക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ GST ഈസ് നോട്ട് അപ്ലിക്കബിൾ. ഇവിടെയുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്തായിരുന്നു? ആൽക്കഹോൾ ആയിരുന്നു. ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്താണ്? GSTയുടെ പുറത്താണ് എന്ന കാര്യം ആലോചിക്കുക. ഇതുപോലെ തന്നെ വേറെയും സാധനങ്ങളുണ്ട്. പെട്രോളിയം ക്രൂഡ് എന്താണ്? ക്രൂഡായിട്ട് നമ്മൾ ഇറക്കുമതി ചെയ്യില്ല. പെട്രോളിയം ക്രൂഡ് എന്തിലില്ല? GSTയിലില്ല. ഹൈ സ്പീഡ് ഡീസൽ എന്ന് പറയും. എന്താണ്? ഹൈ സ്പീഡ് ഡീസൽ എന്ന് നമ്മൾ പറയും. ഉണ്ടോ? GSTയിൽ ഇല്ല. അതുപോലെ തന്നെയാണ് മോട്ടോർ സ്പിരിറ്റ്. ഈ മോട്ടോർ സ്പിരിറ്റ് എന്താണ്? ഈ മോട്ടോർ സ്പിരിറ്റാണ് നമ്മൾ പെട്രോൾ എന്ന് വിളിക്കുന്നത്. മോട്ടോർ സ്പിരിറ്റ് GSTയിൽ ഇല്ല. നാച്ചുറൽ ഗ്യാസ് GSTയിൽ ഇല്ല. അതുപോലെ തന്നെ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ എന്താണ്? ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ GSTയിലുണ്ടോ? GSTയിലില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? GSTയിൽ ഇല്ലാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടുത്തെ ഉത്തരം എന്തായിരുന്നു? ആൽക്കഹോൾ എന്നുള്ളതായിരുന്നു. എഗെയിൻ ചർച്ചകൾ നടക്കുന്നത് കാരണം ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുക. 13ാമത്തേത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നാഷണലൈസ്ഡ് ബാങ്ക്? ഉത്തരം എന്ന് പറയുന്നത് ബന്ധബൻ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കായിരുന്നു. നാഷണലൈസ്ഡ് ബാങ്കുകളും നാഷണലൈസ്ഡ് അല്ലാത്ത ബാങ്കുകളും നിങ്ങൾ എന്ത് ചെയ്യണം? ആ ലിസ്റ്റ് സ്റ്റാറ്റിക് ആയിട്ട് ജസ്റ്റ് വായിക്കേണ്ട ഒരു ലിസ്റ്റാണ്. അതിൽ നമുക്ക് വല്ലാതെ പറയാനില്ല. 1969 അതുപോലെ തന്നെ 80 എന്ത് ചെയ്തിട്ടുള്ളത്? 2 പ്രധാനപ്പെട്ട ബാങ്ക് നാഷണലൈസേഷൻസ് നടന്നിട്ടുള്ളത്. ഈ 2 വർഷങ്ങളും എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വയ്ക്കുക. 69 മാത്രമല്ല 80 നടന്നിട്ടുണ്ട് എന്നത് നിങ്ങൾ പ്രത്യേകം ആലോചിച്ച് വെക്കേണ്ടതുണ്ട്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ മെമ്പർ അല്ലാത്ത രാജ്യം എന്നാണ് പറയുന്നത്. ഇവിടെ ഉത്തരം ഇറാൻ ആയിരുന്നു. പലതും ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം ഒന്നാമത് 2019 ഇറാനുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്ന ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇറാൻ എന്ന് പറയുന്നത് പക്ഷേ എന്താണ്? ഒരു ഒബ്സർവിങ് സ്റ്റേറ്റ് ആണ്. ഒരു ഒബ്സർവർ ആയിട്ട് എവിടെയുണ്ട്? WTOയിലുണ്ട്. പക്ഷേ ഫുൾ ടൈം മെമ്പർ ആയിട്ടില്ല. ഇറാഖ്, അതുപോലെ തന്നെ ലെബനൻ, സിറിയ, സുഡാൻ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളൊന്നും എന്തല്ല? പെർമനന്റ് മെമ്പേഴ്സായിട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഉള്ള രാജ്യങ്ങളല്ല എന്നുകൂടി നിങ്ങൾ ആലോചിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 15ാമത്തേത്. ഹൂ ഡിസൈഡ്സ് റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ് ആൻഡ് ബാങ്ക് റേറ്റ്? നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നടത്തിയ ചർച്ചയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക?
ഒരിക്കലും ഇത് തെറ്റിക്കാൻ പാടില്ല. ദയവ് ചെയ്ത് തെറ്റിക്കരുത്. നമ്മൾ എന്താണ് ഒരു ക്ലാസ് മുഴുവൻ ഇരുന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. 1 2 ക്ലാസ് എടുത്ത് ചർച്ച ചെയ്താണ് ഇവയെ ഓരോന്നും. RBI ആണ് ഇത് നിശ്ചയിക്കുന്നത്. റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും ബാങ്ക് റേറ്റും ഒക്കെ നിശ്ചയിക്കുന്നത്. നോക്കൂ, നമ്മളുടെ സ്ലൈഡിൽ അവിടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തപ്പോൾ ഇത് ഇൻട്രൊഡക്ഷൻ സ്ലൈഡായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. 2 രീതിയിൽ എന്ത് ചെയ്യും, ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് നടക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതിൽ കൺവെൻഷണൽ മെഷേഴ്സ് ഉണ്ട്, നോൺ കൺവെൻഷണൽ മെഷേഴ്സ് ഉണ്ട്. കൺവെൻഷണൽ ആയിട്ട് എന്താണ്, ബാങ്ക് റേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ്, അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, റിസർവ് റേഷ്യോകൾ മാറ്റിയിട്ട് അല്ലേ, CRRും SLRനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോൺ കൺവെൻഷനിൽ എന്ത് വരുന്നുണ്ട്, റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും. അപ്പോൾ റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ് ഇവയെല്ലാം ആരാണ് തീരുമാനിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇവയെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്, RBI ആണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇവ എന്താണ് എന്നും എങ്ങനെയാണ് ഇവയെല്ലാം വർക്ക് ചെയ്യുന്നത് എന്നും ബാക്കിയുള്ള നോൺ കൺവെൻഷണൽ മെഷേഴ്സും ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി കൂടി ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. നോക്കൂ, ഇവയെല്ലാം ഒന്ന് വേഗത്തിൽ ഒന്ന് റിവൈസ് ചെയ്യൂ. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്, ബെയ്ജിങ്ങിലാണ്. GSTയിൽ ഉൾപ്പെടുത്താത്ത പ്രധാനപ്പെട്ട ഒരു സർവീസ്, ഗുഡ്സ് ആൻഡ് സർവീസിൽ പെടുന്ന ഏതാണ്, ആൽക്കഹോൾ ആണ്. ഇതിനൊപ്പം ചേർത്ത് പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ് അഥവാ പെട്രോൾ, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ എന്നിവ കൂടി ആലോചിച്ച് വെക്കുക. 13ാമത്തേതായിട്ട് നാഷണലൈസ്ഡ് അല്ലാത്തൊരു ബാങ്ക് ചോദിച്ചിട്ടുണ്ട്. അത് ബന്ധൻ ബാങ്ക് ആണ് എന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. നാഷണലൈസ്ഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ബാങ്കുകൾ ഓർത്ത് വെച്ചാൽ മതിയാകും. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇറാൻ ഒരു ഒബ്സർവർ സ്റ്റേറ്റ് ആയിട്ടാണ് ഇപ്പോഴും ഉള്ളത്. ഇതുപോലെ ധാരാളമായിട്ടുള്ള വേറെയും ഒബ്സർവർ സ്റ്റേറ്റ് രാജ്യങ്ങളുണ്ട് എന്ന് ആലോചിക്കുക. RBI ആണ് എന്ത് നിശ്ചയിക്കുന്നത്, ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും ബാങ്ക് റേറ്റും എല്ലാം നിശ്ചയിക്കുന്നത്. ബാങ്ക് റേറ്റ് തന്നെയാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നത് എന്നുകൂടി നിങ്ങൾ ആ പഠിച്ച ഭാഗത്ത് പോയിട്ട് കൃത്യമായി നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിനൊപ്പം ചേർത്ത് എന്തുകൂടി നിങ്ങൾ നോക്കുക, CRRും SLRും കൂടിയിട്ട് എന്താണ് അതിൻ്റെ കൺസെപ്റ്റുകൾ എന്നുകൂടി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലേ. അതുകൂടി നോക്കിയാൽ ഈ ഒരു ഭാഗം ഏതാണ്ട് ഇവിടെ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി എന്ന് നമുക്ക് ഏതാണ്ട് പറയാൻ സാധിക്കും. അടുത്തൊരു ഭാഗം നോക്കൂ നിങ്ങൾ. വാട്ട് ഈസ് ദ റിവേഴ്സ് റെപ്പോ റേറ്റ് ആസ് അനൗൺസ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഇന്ത്യ ഇൻ ജൂൺ 2019. ഇതൊരു സ്റ്റാറ്റിക് കാര്യമാണ്. ഇതിൻ്റെ ആൻസർ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇപ്പോൾ തീർച്ചയായിട്ടും മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റെപ്പോ റേറ്റ്, അതുപോലെ തന്നെ റിവേഴ്സ് റെപ്പോ റേറ്റ്, അതുപോലെ തന്നെ ബാങ്ക് റേറ്റ്, അതുപോലെ തന്നെ CRR, അതുപോലെ തന്നെ SLR, ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവയുടെ ഓരോന്നിൻ്റെയും റേറ്റ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുക. റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, CRR, SLR, ഈ 5 എണ്ണത്തിൻ്റെയും റേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് മുൻപ് തലേ ദിവസം ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കൺട്രോൾ റേറ്റുകൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ ഒന്നൊന്നായിട്ടൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. ഒന്ന് നോക്കിയിട്ട് മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിന് പോയിരിക്കുക. വലിയ ടെൻഷനൊന്നും ആവശ്യമില്ല അതിൻ്റെ കാര്യത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആസ് ഓഫ് ജൂൺ 2019 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നവരത്ന കമ്പനി. നമ്മൾ നവരത്ന കമ്പനികൾ, അതുപോലെ തന്നെ മഹാരത്ന കമ്പനികൾ തുടങ്ങിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നവരത്ന കമ്പനികളും അതുപോലെ തന്നെ എന്താണ് മഹാരത്ന കമ്പനികളും എന്താണ്, അവയ്ക്ക് ചില പ്രധാനപ്പെട്ട ക്രെഡൻഷ്യൽസ് ഉണ്ട്. അവ ഇത്രയ്ക്കധികം എന്ത് വേണം, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണം, ഇത്രയധികം ടേൺ ഓവർ വേണം, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ലിസ്റ്റ് നോക്കിയാൽ മതി. ഇതുപോലെ തന്നെ നവരത്ന കമ്പനികൾ, അത് 2000, നിങ്ങൾ എന്ത് ചെയ്യുക, പോകുന്നതിന് മുമ്പ് എന്താ നോക്കേണ്ടത്, 2021 എന്ന് അടിച്ചു കൊടുക്കുക. 2021 പ്രധാനപ്പെട്ട നവരത്ന കമ്പനീസ്, അതുപോലെ തന്നെ 2021 പ്രധാനപ്പെട്ട മഹാരത്ന കമ്പനീസ് എന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ആൻസർ 2019 നോക്കിയ സമയത്ത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വന്നിട്ടുണ്ടായിരുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിരുന്നു. എന്തായിരുന്നു? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സെയിൽ എന്ന് നമ്മൾ പറയില്ലേ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആയിരുന്നു എന്ത്, നവരത്ന അല്ലാതിരുന്ന കമ്പനി. ഇപ്പോഴും 2021 ഞാൻ ലേറ്റസ്റ്റ് ലിസ്റ്റ് നോക്കിയപ്പോഴും സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എവിടെ തന്നെയാണ് കിടക്കുന്നത്, അത് ഒരു മഹാരത്ന കമ്പനിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മഹാരത്ന കമ്പനിയിൽ BPCL ഉണ്ട്, കോൾ ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട്, ഗെയിൽ ഉണ്ട്, ONGC ഉണ്ട്. ഇവയെല്ലാം മഹാരത്ന കമ്പനികളിൽ തന്നെയാണ് കിടക്കുന്നത്. നവരത്ന കമ്പനികളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, അതുപോലെ തന്നെ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, എഞ്ചിനീയർ ഇന്ത്യ ലിമിറ്റഡ്, HAL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ ഏതാണ്ട് 16ഓളം കമ്പനീസ് എവിടെയാണ്, നവരത്ന സ്റ്റാറ്റസിലാണ് 2021 ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ആ ലിസ്റ്റിലൂടെ, വളരെ എളുപ്പമാണ്, ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് തന്നെ വേണ്ടി വരുള്ളൂ.
അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയിട്ട് പോവുക. അതുപോലെ ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേസ്റ്റ് ആക്കാതെ മാർക്ക് എളുപ്പത്തിൽ നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒന്ന് നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. ഗൂഗിളിൽ റെഡിലി അവൈലബിൾ ആണ്. ജസ്റ്റ് ഫോണിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ നവരത്ന മഹാരത്ന എന്ന് പറഞ്ഞ 2 രീതിയിലുള്ള ഡിവിഷൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നോക്കാൻ സാധിക്കും. ഇനി നോക്കൂ 18ാമത്തെ ചോദ്യം. വിച്ച് സെൻട്രൽ ഏജൻസി ഇഷ്യൂസ് കറൻസി നോട്ട്സ് ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്? നമ്മൾ വളരെയധികം കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഓൾറെഡി. ആരാണത്? RBI ആണ് അല്ലേ. RBI ആണ് എന്ത് ചെയ്യുന്നത്, സെൻട്രൽ ഏജൻസി എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ ബിഹാഫിൽ കറൻസി നോട്ടുകൾ കൃത്യമായിട്ട് അച്ചടിച്ച് പുറത്തിറക്കുന്നത് RBI ആണ്. ഏത് നോട്ട് ഒഴികെ? 1 രൂപയുടെ നോട്ട് ഒഴികെ. അത് ഗവൺമെൻറ് നേരിട്ടാണ് അതിൽ ഒപ്പിടുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ്? ഫൈനാൻസ് സെക്രട്ടറി ആണ് എന്ന കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമാണല്ലോ. അതിന് അധികം എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യമില്ലല്ലോ. ഫൈൻ. 19ാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് ഇൻഡെക്സ് ഈസ് യൂസ്ഡ് ബൈ RBI ടു ഡിസൈഡ് റെപ്പോ റേറ്റ് ആൻഡ് മെഷർ ഇൻഫ്ലേഷൻ? അതായത് 2014 വരെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആയിരുന്നു. ഇത് തന്നെയാണ് എന്ത്, ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന രീതിയിലൊക്കെ വിളിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആയിരുന്നു. പക്ഷേ 2014 ശേഷം ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കമ്പൈൻഡ് എന്ന് പറയും നമ്മൾ. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കമ്പൈൻഡ്, അതായത് റൂറലും അതുപോലെ തന്നെ അർബനുമൊക്കെ ആയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്ത് ചെയ്യാറുണ്ട്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ റൂറലും അർബനും രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു കാര്യം കമ്പൈൻഡ്, CPI കമ്പൈൻഡ് അല്ലേ. നമ്മൾ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിൻ്റെ, അതായത് ഓൾഡ് ഇൻഡൈസസും അതുപോലെ തന്നെ ന്യൂ ഇൻഡൈസസും സെപ്പറേറ്റ് ചർച്ച ചെയ്തത് നിങ്ങൾ ഓർക്കുക. ഈ സമയത്ത് ഓൾഡ് ഇൻഡൈസസ് ഉണ്ടായിരുന്നു 5ഓളം എണ്ണം. ന്യൂ ഇൻഡൈസസിൽ എന്താണ് 3 എണ്ണമായിട്ടേ ഉള്ളൂ അല്ലേ. CPI റൂറൽ ഉണ്ടായിരുന്നു, CPI അർബൻ ഉണ്ടായിരുന്നു, അതിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. ആ CPI കമ്പൈൻഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പം നിലവിൽ ഈ റെപ്പോ റേറ്റ് തീരുമാനിക്കുന്നതിനും ഇൻഫ്ലേഷൻ തീരുമാനിക്കുന്നതൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മളെടുക്കുന്നത്. 2014 രഘുറാം രാജൻ RBI ഗവർണറായ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അവിടെ, അതായത് മാർക്കറ്റിൽ ആക്ച്വലി ഉള്ള ചേഞ്ച് അറിയണമെന്നുണ്ടെങ്കിൽ കൺസ്യൂമറിന് ഏത് രീതിയിലാണ് അത് എഫക്റ്റ് ചെയ്യുന്നതെന്ന് അറിയണം. അതുകൊണ്ട് കൺസ്യൂമർ പ്രൈസ് നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ നിന്ന് ഇത് കൺസ്യൂമർ പ്രൈസിലേക്ക് മാറ്റുകയായിരുന്നു ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ നോക്കൂ, ഇത് ഞാൻ ഒരു സ്ലൈഡ് മാത്രം ഇവിടെ ആഡ് ചെയ്താണ് നമ്മുടെ ചർച്ചയിലെ. എന്താണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും അതുപോലെ തന്നെ CPIയുടെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇത് ഒരു സ്ലൈഡേ ഉള്ളൂ. ഇതേപോലെ ഒരു സ്ലൈഡ് കൂടി നമ്മൾ ഡിഫറൻസ് ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇതിലെന്താണ്, ഇതിൻ്റെ എന്തൊക്കെയാണ് ഹോൾസെയിൽ പ്രൈസിൻ്റെ ഒരു പ്രശ്നങ്ങൾ? ഗുഡ്സ് മാത്രമേ ചർച്ച ചെയ്യുകയുള്ളൂ, സർവീസസ് അതിൽ വരികയില്ല. പക്ഷേ സർവീസുകൾ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നില്ലേ, അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലേ GDPയിലേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൂടി ഉള്ളപ്പോഴല്ലേ നമുക്ക് ഇൻഫ്ലേഷൻ കൃത്യമായിട്ട് എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം, അതുപോലെ തന്നെ ഫൈനൽ സ്റ്റേജ് ഓഫ് ട്രാൻസാക്ഷനിലല്ലേ ജനങ്ങളെ ബാധിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുക. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ കൺസിഡർ ചെയ്യുന്നത്. ഫൈനൽ സ്റ്റേജിൽ ആളുകൾക്ക് എങ്ങനെയാണ് വില കയറ്റം അല്ലെങ്കിൽ വിലയിറക്കം എല്ലാം ബാധിക്കുന്നത്, വിലയുടെ വ്യത്യാസം ബാധിക്കുന്നത് എന്നല്ലേ നമ്മൾ ഇൻഫ്ലേഷനിൽ കൃത്യമായി നോക്കേണ്ടത്. അതനുസരിച്ചല്ലേ മണി ഫ്ലോ നമ്മൾ നിശ്ചയിക്കേണ്ടത്. ഈ മണി ഫ്ലോ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടല്ലേ റെപ്പോ റേറ്റും അതുപോലെ തന്നെ റിവേഴ്സ് റെപ്പോ റേറ്റും ഒക്കെ RBI മാറ്റേണ്ടത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ വെച്ച് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, CPI കമ്പൈൻഡിലേക്ക് ഈ ഒരു കാര്യം മാറ്റുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്. ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അടുത്തത് നോക്കൂ, 20ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ ഹൗ മെനി മാൻഡേറ്റഡ് ക്രോപ്സ് MSP മിനിമം സപ്പോർട്ട് പ്രൈസ് ഈസ് അനൗൺസ്ഡ് ബൈ ദ ഗവൺമെൻറ്? എത്ര ക്രോപ്പുകൾക്കാണ് മാൻഡേറ്റഡ് ആയിട്ടുള്ള MSP ഉള്ളത്? 22 ക്രോപ്പുകൾക്കാണുള്ളത്. എത്ര ക്രോപ്പുകൾക്കാണ്? 22 ക്രോപ്പുകൾക്കാണ് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ്. ആരാണ്? കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് എന്ന് പറയുന്ന അറ്റാച്ച്ഡ് ഓഫീസാണ്. ഇത് എന്തിൻ്റെ അറ്റാച്ച്ഡ് ഓഫീസാണ്? ഇത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ എന്ന് പറയും. എന്താണ്? മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ ഒരു അറ്റാച്ച്ഡ് ഓഫീസാണ് ഏത്? CACP എന്ന് പറയുന്ന കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ്. അഗ്രികൾച്ചറലിൻ്റെ കോസ്റ്റുകളും പ്രൈസുകളും നിശ്ചയിക്കുന്ന എന്താണ്, കമ്മീഷനാണ്. അതൊരു അറ്റാച്ച്ഡ് ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവരാണ് എന്ത് നിശ്ചയിക്കുന്നത്? ഓരോ വിളകൾക്കും 22 വിളകൾക്ക് മാൻഡേറ്ററി ആയിട്ട് എന്തുണ്ട്, ഇവയ്ക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ 22 എണ്ണത്തിനാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. academies.online.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. ഈ വെബ്സൈറ്റിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് CGL, CHSL, MTS, NTPC, ഗ്രൂപ്പ് ഡി തുടങ്ങിയ കോഴ്സുകളുടെ കംപ്ലീറ്റ് കോഴ്സുകളും അതുപോലെ തന്നെ സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെയ്ഡ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി കോഴ്സ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നവരാണ്. അല്ലാത്തവർ ഒന്ന് കേട്ടിരിക്കുക. നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ ആദ്യം തന്നെ സൈൻ ഇൻ ടു അറ്റൻഡ് ക്ലാസ്സസ് എന്ന് കാണിക്കും. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമെയിൽ ID വെച്ച് Gmail ID വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഒറ്റ ഇമെയിൽ ID ഉള്ളെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി സൈറ്റിനകത്ത് എത്തിയിട്ടുണ്ടാവും. ഒന്നിൽ കൂടുതൽ എണ്ണം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ അത് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമെയിൽ ID നിങ്ങൾ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, സൈറ്റിനകത്തോട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കോഴ്സുകളിലൂടെ കാണാൻ കഴിയും. ഈ കോഴ്സുകളിൽ എല്ലാ കോഴ്സുകളും തന്നെ SSC RRB ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. കേരള ഹിസ്റ്ററി ഒഴികെ കേരള PSCക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കോഴ്സാണ്. നമ്മുടെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC CGL ഒരു കോഴ്സ്, CHSL ഒരു കോഴ്സ്, MTS ഒരു കോഴ്സ് അങ്ങനെയല്ല, അല്ലെങ്കിൽ NTPCക്ക് ഒരു കോഴ്സ്, ഗ്രൂപ്പ് ഡിക്ക് ഒരു കോഴ്സ് അങ്ങനെയല്ല. നമ്മൾ എല്ലാ SSC RRB പരീക്ഷകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് കോഴ്സിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ RRB SSC പരീക്ഷകൾക്കും ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടി നിങ്ങൾക്ക് എല്ലാ കാലത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ മാക്സിമം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ എല്ലാ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കോഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ എന്താണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം SSCക്ക് ഇംഗ്ലീഷ് ഉണ്ട്, RRBക്ക് എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല. സോ SSC MTSനാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ RRB NTPCക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ ഇതിൽ അഡ്വാൻസ്ഡ് മാത്സും ഇംഗ്ലീഷും എന്തില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല. RRB NTPCക്ക് ആണെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്ട്സും, കേരള ഹിസ്റ്ററി വിട്ടേക്ക്, അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ബാക്കി എല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതേസമയം MTSനാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിനൂടെ ഇംഗ്ലീഷ് കൂടി നിങ്ങൾ എടുക്കണം എന്ന് പറയും. അതേസമയം നിങ്ങൾ ഇനി CGLനോ CHSLനോ ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പോരാ, കൂടെ എന്തുകൂടി നിങ്ങൾ പഠിക്കണം, അഡ്വാൻസ്ഡ് മാത്സ് കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫീ ഡീറ്റെയിൽസും ഞാൻ സൈഡിൽ കൊടുക്കാം. CGL, CHSL, MTS, NTPC, ഗ്രൂപ്പ് ഡി തുടങ്ങിയത് പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു കോഴ്സിനകത്ത് കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിസിക്സിനകത്ത് നമ്മൾ കയറാമെന്ന് വിചാരിക്കുക. ഫിസിക്സിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. പക്ഷേ നിങ്ങൾ അത് കരുതി നിങ്ങൾക്ക് ഒറ്റ ക്ലാസ്സും കാണിക്കാതെയല്ല നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെക്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട്, ഫിസിക്സ്, ആസ്ട്രോണമി, ഫിസിക്സ് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇതിൽ എല്ലാ സെക്ഷനിലെയും ആദ്യത്തെ ക്ലാസ്സും ആദ്യത്തെ പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെമോ ക്ലാസ്സുകളും ഡെമോ എക്സാംസും ആണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും 10 ചോദ്യങ്ങളുടെ ഒരു പരീക്ഷ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതൊരു വലിയൊരു കിടിലൻ റിവിഷൻ ടെക്നിക്കാണ്. അതുകൊണ്ട് ക്ലാസ്സുകൾ കാണാം, ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം. എങ്ങനെയാണ് കോഴ്സ് എടുക്കേണ്ടത്, എന്താണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യാം, ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, അതുപോലെ തന്നെ റീസണിങ്, മാത്സ്, കമ്പ്യൂട്ടർ നോളേജ്, സ്റ്റാറ്റിക് GK നല്ലൊരു ഭാഗം എല്ലാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതല്ലാതെ പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് അതിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ജിയോഗ്രഫിയും എക്കണോമിക്സും സ്റ്റാറ്റിക് GK നല്ലൊരു ഭാഗം ദാസനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് നമ്മുടെ സ്മിത മിസ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് മാത്സ് ആണെങ്കിൽ 2 വട്ടം CGL അച്ചീവ് ചെയ്തിട്ടുള്ള സനൂപാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ എല്ലാ കോഴ്സുകളും ഏത് എഡ്യൂക്കേറ്റർ ആയാലും നമ്മൾ അത്രയും എന്താ പറയുക, എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് എത്രത്തോളം നന്നായി തരാൻ പറ്റുമോ അത്രത്തോളം നന്നായി തരാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ കയറി നോക്കുക, ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഉറപ്പിച്ചു തരാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമല്ലേ നിങ്ങളിത് എടുത്തിട്ട് കാര്യമുള്ളൂ. മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും നേരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നതിന് നന്ദി. നമുക്ക് എങ്ങോട്ട് തന്നെ പോവാം, തിരിച്ച് നമ്മുടെ ക്ലാസ്സിലോട്ട് തന്നെ പോവാം. ഇനി നമ്മൾ കിടക്കുന്നത് 21ാമത്തെ ചോദ്യത്തിലേക്കാണ്. 21ാമത്തെ ചോദ്യം എങ്ങനെയാണെന്ന് നോക്കൂ നിങ്ങൾ. The situation in the economy where unemployment is prevailing is known as. എന്താണല്ലോ പറയുന്നത്, ഇതിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കീ വേർഡ് എന്ന് പറയുന്നത് എന്താണ്, അത് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് പ്രിവെയിൽ ചെയ്യുന്ന, തൊഴിലില്ലായ്മ വളരെയധികം രൂക്ഷമായിട്ട് പ്രിവെയിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് എന്നതാണ് ഇവർ ചോദിക്കുന്നത്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ, അത് സ്റ്റാഗ്ഫ്ലേഷൻ ആണ്. എന്താണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്, സ്റ്റാഗ്ഫ്ലേഷൻ. എന്താണ് സ്റ്റാഗ്ഫ്ലേഷൻ? സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റാഗ്നേഷനും അതുപോലെ തന്നെ ഇൻഫ്ലേഷനും ഒരുമിച്ചുള്ള ഒരവസ്ഥയാണ്. എന്താണ്? സ്റ്റാഗ്നേഷനും അതുപോലെ തന്നെ ഇൻഫ്ലേഷനും ഒരുമിച്ച് കാണപ്പെടുന്ന ഒരവസ്ഥയെയാണ് നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സ്റ്റാഗ്നേഷൻ എന്ന് നിങ്ങൾ ഓർക്കുക. എന്താണ് സ്റ്റാഗ്നേഷൻ? ലോ എക്കണോമിക് ഗ്രോത്ത്. നമ്മൾ പറയാറില്ലേ GDP ഇത്രയ്ക്ക് വളർന്നു, ഇത്ര രീതിയിൽ വളരുകയാണ് GDP എന്നൊക്കെ. എന്നാൽ GDP ഈ രീതിയിൽ വളരാതെ
ലോ എക്കണോമിക് ഗ്രോത്ത് എന്താണ്? താഴത്തേക്ക് വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ഒപ്പം എന്തുകൂടി സംഭവിക്കുകയാണ്? വളരെയധികം അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ റേറ്റ് വർദ്ധിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തൊഴിലില്ലായ്മ രൂക്ഷമാവുകയാണ്. വളർച്ച എന്ന് പറയുന്നത്, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ലോ ആയിട്ട് മാറുകയാണ്. ഇതാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്, അല്ലേ? എക്കോണമി സ്റ്റാഗ്നേറ്റഡ് ആണ്. എക്കോണമിയിൽ ഒരു സ്റ്റാഗ്നേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് കാലമായിട്ട് നമ്മൾ നോർമൽ മീനിങ് എന്താ സ്റ്റാഗ്നേഷൻ്റെ? സാധാരണ ഒരു മീനിങ് എന്താണ് സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും ഒരനക്കമില്ലാതെ, ഫ്ലോ ഇല്ലാതെ, അല്ലേ, അങ്ങനെയൊക്കെ വെറുതെ കിടക്കുന്നൊരു സാധനത്തിനെയാണ് നമ്മൾ സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. ആ വെള്ളം സ്റ്റാഗ്നേറ്റഡ് ആണ് അവിടെ കുറേ കാലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആ വെള്ളം അനങ്ങാതെ അവിടെ കിടക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? അപ്പോൾ ഈ സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ലോ എക്കണോമിക് ഗ്രോത്ത് ഫോളോഡ് ബൈ വാട്ട്? ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയുടെ മുരടിപ്പുമാണ് സ്റ്റാഗ്നേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊപ്പം എന്തുകൂടി വരികയാണ്? ഇൻഫ്ലേഷൻ കൂടി കടന്നു വരികയാണ്. അതാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ എന്താണ്? ബേസിക്കലി സാധനങ്ങളുടെ വില വളരെയധികം എന്ത് ചെയ്യുകയാണ്? കൂടുന്നതിനെയാണ്. പല റേറ്റിൽ ഇത് കൂടും. സാധനങ്ങളുടെ വില ബേസിക്കലി എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ്. അതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റാഗ്നേഷനും ഇൻഫ്ലേഷനും കൂടിയിട്ട് സ്റ്റാഗ്ഫ്ലേഷൻ എന്നുള്ളത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആകുന്നു വെച്ചാൽ അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഒരു പോളിസി മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ സ്റ്റാഗ്നേഷൻ ഉണ്ടെന്ന് വിചാരിക്കൂ. നിങ്ങൾ ഇൻഫ്ലേഷൻ്റെ ആ സ്ഥലത്ത് പോയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇൻഫ്ലേഷൻ്റെ സ്ഥലത്തും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ RBIയെക്കുറിച്ചും RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ചർച്ച ചെയ്ത സമയത്തും ഈ രണ്ടിടങ്ങളിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് ഒന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ പോകേണ്ട സ്ഥലം പറഞ്ഞു തന്നേ ഉള്ളൂ. വളരെ ചുരുക്കിയിട്ട് കാര്യം പറയാം. ഇപ്പോൾ സ്റ്റാഗ്നേഷൻ ആണെന്ന് വിചാരിക്കൂ. ലോ എക്കണോമിക് ഗ്രോത്ത് ആണ്. അതായത് എന്താണ്? ആവശ്യത്തിന് പ്രൊഡക്ഷൻ നടക്കുന്നില്ല എക്കണോമിയിൽ. ആളുകൾക്ക് വാങ്ങാനുള്ള കഴിവില്ല. പല കാര്യങ്ങൾ കൊണ്ട് നടക്കുമെന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അല്ലേ നിങ്ങൾക്ക്? ഇത് എന്താണ്? ഇൻഫ്ലേഷൻ ആണെങ്കിലും എന്താണ്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകും, അല്ലേ? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഉണ്ടാകും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞത് ഈ സമയത്ത് ഓർക്കുക. ആളുകളുടെ കയ്യിൽ വാങ്ങാൻ, അതായത് ഡിമാൻഡ് ഇല്ലെങ്കിലും എന്ത് സംഭവിക്കാം? അത് പ്രൈസ് റേറ്റിനെ ബാധിക്കാം. ഇനി ഡിമാൻഡ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും എന്ത് ചെയ്യും? അതിനനുസരിച്ച് ഇൻഫ്ലേഷൻ ചിലപ്പോൾ കൂടും അല്ലെങ്കിൽ കുറയും, അല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ടാണ് ഇനി ഞാൻ പറയേണ്ടത്. വളരെ വേഗത്തിൽ പറയുന്നത് നിങ്ങളൊന്ന് എന്ത് ചെയ്യേണ്ടത്? ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാഗ്നേഷൻ വന്നാൽ എന്താണ് നടക്കുന്നത്? ലോ എക്കണോമിക് ഗ്രോത്ത് ആണ്. ലോ എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്കലി ഒരു സാധാരണ ഐഡിയ നോക്കുകയാണെങ്കിൽ എന്താണ്? അതായത് പ്രൊഡക്ഷൻ കുറവാണ്, മാനുഫാക്ചറിങ് ഏരിയയൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണത്? അത് എന്തിലേക്ക് നയിക്കും? അത് ബേസിക്കലി കാരണം എന്താണ്? ആളുകളുടെ കയ്യിൽ വാങ്ങാൻ പൈസ ഇല്ല, അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നുണ്ടെങ്കിൽ ഫാക്ടറീസിൽ ഒരുപാട് ആളുകളെ ജോലിക്ക് വെക്കേണ്ടതുണ്ടോ? ഇല്ല. അവരെന്ത് ചെയ്യും? കുറേ പേരെ പിരിച്ചുവിടും. തീർച്ചയായിട്ടും അത് എന്തിലേക്ക് നയിക്കും? അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് നയിക്കും. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ RBI എന്ത് ചെയ്യും? പബ്ലിക്കിലേക്ക് പൈസ എത്തുന്ന രീതിയിലുള്ള ഒരു മോണിറ്ററി ഈസിങ് നടത്തും, അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ CRR SLR വഴിക്ക് അല്ലെങ്കിൽ ബാങ്ക് റേറ്റ് വഴിക്കൊക്കെ എന്ത് ചെയ്യും? ഇതെല്ലാം ഒന്ന് കൃത്യമായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് RBI എന്ത് ചെയ്യും? കൂടുതൽ പണം എവിടേക്ക് എത്തിക്കാൻ നോക്കും? പബ്ലിക്കിലേക്ക് എത്തിക്കാൻ നോക്കും. ഗവൺമെൻറ് ആണെങ്കിലോ പബ്ലിക് എക്സ്പെൻഡിച്ചറൊക്കെ കൂട്ടിയിട്ട് പണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കും. അപ്പോൾ പണം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? അവരെ കയ്യിൽ പൈസ വന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും? അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകും. ഇങ്ങനെ വാങ്ങാൻ പോയി ആളുകൾ മൊത്തത്തിൽ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ വാങ്ങാൻ പോകുമ്പോൾ സാധനങ്ങൾക്ക് എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം, മാനുഫാക്ചർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് എന്തിലേക്ക് നയിക്കും? സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ വർദ്ധിക്കാൻ കാരണമാകും. പ്രൊഡക്ഷൻ വർദ്ധിച്ചാൽ ഈ ലോ എക്കണോമിക് റേറ്റ് എന്ത് ചെയ്യും? അത് പതുക്കെ മുകളിലോട്ട് പോകാൻ തുടങ്ങും. അത് അൺഎംപ്ലോയ്മെൻറ്റിന് ഒരു പരിധി വരെ പതുക്കെ ഒന്ന് മുകളിലോട്ട് തിരിച്ച് എന്ത് ചെയ്യാൻ നോക്കും? ഇതിൻ്റെ രൂക്ഷത കുറയ്ക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും, അല്ലേ? ഇങ്ങനെയാണ് സ്റ്റാഗ്നേഷനെ സാധാരണ എന്ത് ചെയ്യുക? ഗവൺമെൻറ്റും RBIക്ക് ഡീൽ ചെയ്യുക. ഇൻഫ്ലേഷൻ വരുന്ന സമയത്തോ അതിനെ അതിൻ്റേതായ രീതിയിലും ചെയ്യും. പക്ഷേ സ്റ്റാഗ്ഫ്ലേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റാഗ്നേഷനെ ഇങ്ങനെ പൈസ പബ്ലിക്കിൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ട് ഡീൽ ചെയ്യും പറഞ്ഞു. പക്ഷേ പൈസ പബ്ലിക്കിൻ്റെ അടുത്തേക്ക് ഇതുപോലെ എത്തിക്കുമ്പോൾ അത് എന്തിലേക്ക് നയിക്കും? സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷൻ ടെൻഡൻസിയിലേക്ക് നയിക്കും. അതായത് സ്റ്റാഗ്നേഷൻ ഉണ്ട് എക്കണോമിയിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ഇങ്ങനെ പമ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? പതുക്കെ ഈ ലോ എക്കണോമിക് ഗ്രോത്തിനെ ഹൈ എക്കണോമിക് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാം. അൺഎംപ്ലോയ്മെൻറ്റിനെ കുറയ്ക്കാൻ ശ്രമിക്കാം. പക്ഷേ ആ സമയത്ത് എന്തുണ്ടാവരുത്? അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവരുത്. കാരണം എന്താണ്? ഈ പണം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത്, ആളുകളുടെ കയ്യിൽ പണം ലഭിക്കുന്ന സമയത്ത് കൂടുതൽ ഡിമാൻഡ് ചെയ്യും ആളുകൾ. അത് തീർച്ചയായിട്ടും എന്തിലേക്ക് നയിക്കും? ഇൻഫ്ലേഷനിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പണം പമ്പ് ചെയ്യുമ്പോൾ എന്തായാലും ഇൻഫ്ലേഷൻ ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ഓൾറെഡി അവിടെ ഇൻഫ്ലേഷൻ നിലവിലുണ്ടെങ്കിലോ അത് വളരെ വലിയ അപകടത്തിലേക്ക് കാണിക്കും, അല്ലെ? ഹൈപ്പർ ഇൻഫ്ലേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റാഗ്നേഷൻ മാത്രമാണെങ്കിൽ നമുക്ക് ഡീൽ ചെയ്യാൻ അറിയാം. ഇനി ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിലോ ഈ നേരെ തിരിച്ച് പൈസ കുറച്ച് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും?
എക്കണോമിക് ഗ്രോത്ത് താഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഡീൽ ചെയ്യാം. സ്റ്റാഗ്നേഷൻ മാത്രമാണെങ്കിലോ അതും നമുക്ക് ഡീൽ ചെയ്യാം. പക്ഷേ സ്റ്റാഗ്നേഷനും ഇൻഫ്ലേഷനും രണ്ടുമുള്ള സമയത്ത്, സ്റ്റാഗ്ഫ്ലേഷൻ ഉള്ള സമയത്ത് പോളിസി മേക്കേഴ്സിന് അതൊരു തലവേദനയാണ്. കാരണം എന്താണ്? സ്റ്റാഗ്നേഷൻ ശരിയാക്കാനുള്ള മെഷേഴ്സ് ഇൻഫ്ലേഷനിലേക്ക് നയിക്കും. ഇൻഫ്ലേഷൻ ശരിയാക്കാനുള്ള മെഷർ ചെറുതായിട്ട് സ്റ്റാഗ്നേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഓൾറെഡി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് വന്നാൽ നമുക്ക് വളരെയധികം എന്തായി മാറും? തലവേദനയായിട്ട് മാറുമെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ഓക്കെ അല്ലേ? ഇനി 22ാമത്തെ നോക്കുക. അപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ, ദ സിറ്റുവേഷൻ ഇൻ ദ എക്കണോമി വേർ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് പ്രിവെയിലിംഗ് ഈസ് നോൺ ആസ്, അതാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്നുള്ളതാണ് ഉത്തരം. അതായത് സ്റ്റാഗ്ഫ്ലേഷൻ്റെ സമയത്ത് എന്തുണ്ടാകും? ലോ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകും. അതായത് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വെച്ചാൽ സ്റ്റാഗ്നേഷൻ പ്ലസ് ഇൻഫ്ലേഷൻ ആണ്. സ്റ്റാഗ്നേഷൻ്റെ സമയത്ത് ലോ എക്കണോമിക് ഗ്രോത്ത്, വളർച്ച കുറയും, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റും ഉണ്ടാകും. അതിനൊപ്പം ഇൻഫ്ലേഷൻ കൂടി കൂടുന്നതാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇനി 22ാമത്തേത് നോക്കൂ. ഹൂ ആക്ട്സ് ആസ് ബാങ്കർ ടു ദി ഇന്ത്യൻ ഗവൺമെൻറ്? എളുപ്പമാണ് അല്ലേ? ആരാണ് ഗവൺമെൻറ്റിൻ്റെ ബാങ്കർ എന്നറിയപ്പെടുന്നത്? തീർച്ചയായിട്ടും ആരാണ്? RBI ആണ്. RBIയുടെ 5 പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. അതിനെ സംബന്ധിച്ച് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. എന്താണ് ബാങ്ക് ഓഫ് ഇഷ്യൂസ്? ആരാണ്? അത് RBI ആണ്. എന്താണ് ബാങ്ക് ഓഫ് ഇഷ്യൂസ് എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. 1 രൂപ നോട്ട് ഒഴികെ, അതുപോലെ തന്നെ നാണയങ്ങൾ, കോയിൻസും ഒഴികെ ബാക്കി എല്ലാം ആരാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? അത് RBI ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ബാങ്ക് ഓഫ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. എന്ത് ഇഷ്യൂ ചെയ്യുന്നതാണ് ഇവിടെ? നമ്മളുടെ നോട്ടുകളും മറ്റും ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? അത് RBI ആണ്. മനസ്സിലാവുന്നുണ്ടോ? 1 രൂപ നോട്ടും കോയിനുകളും ഒഴികെ ബാക്കി എല്ലാം ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? അത് RBI ആണ്. അതുകൊണ്ട് ബാങ്ക് ഓഫ് ഇഷ്യൂസ് എന്ന് ആരെ പറയും? RBIയെ പറയും. ഇനി ഇവിടത്തെ ഈ ചോദ്യത്തിലെയാണ് അടുത്ത ഒരു കാര്യം. എന്താണ്? ബാങ്കർ ആൻഡ് ഡെപ്റ്റ് മാനേജർ ഓഫ് ഗവൺമെൻറ്. എന്താണ്? ബാങ്കർ ആൻഡ് അതുപോലെ തന്നെ ഡെപ്റ്റ് മാനേജർ. ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റുകൾ കൃത്യമായി നോക്കുകയും അതെന്ത് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഡെപ്റ്റ് മാനേജർ ആരാണ്? ഓഫ് ഗവൺമെൻറ്. ആരാണ്? RBI ആണ്. മനസ്സിലായോ? അപ്പോൾ RBI ആണ് എന്ത്? ഗവൺമെൻറ്റിൻ്റെ ബാങ്കർ, ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ് മാനേജർ. കടമൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതൊക്കെ ആരാണ്? ഗവൺമെൻറ്റിൻ്റെ. അത് ഇതേ RBI തന്നെയാണ്. ഇനി ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? അതും RBI ആണ്. എന്തുകൊണ്ടാണ് ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത്? നമ്മൾ നമ്മുടെ പണം എവിടെ കൊണ്ടുപോയി വെക്കും? ബാങ്കിൽ കൊണ്ടുപോയി വെക്കും. ബാങ്കുകളിലൊക്കെ എന്ത് ചെയ്യണം? RBIയിൽ CRR എന്നുള്ള പേരിലൊക്കെ, ക്യാഷ് റിസർവ് റേഷ്യോ എന്നുള്ള പേരിലൊക്കെ കുറച്ച് പണം RBIയിൽ കൊണ്ടുപോയി സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ ബാങ്കുകൾ എന്താണ്, അവർക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഓവർ ദ നൈറ്റും ഏത് രീതിയിലായിക്കോട്ടെ പെട്ടെന്ന് പണം വേണം, വേറെ ഒരു സ്ഥലത്തും ലഭിക്കാനില്ല, ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സമയമില്ല എന്നൊരവസ്ഥ വരുമ്പോൾ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, അതായത് ഏറ്റവും അവസാനം അവർ സമീപിക്കുക, ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ ആരെയാണ്? അത് RBI ആണ്. അതുകൊണ്ട് ബാങ്കേഴ്സ് ബാങ്ക് എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ കസ്റ്റോഡിയൻ ആൻഡ് മാനേജർ ഓഫ് ഫോറിൻ റിസർവ്, ഫോറക്സ് റിസർവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഫോറിൻ റിസർവ് എന്നൊക്കെ പറയും. അത് വിദേശ നാണ്യം എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പോൾ വിദേശ നാണയങ്ങളുടെ, വിദേശ ഫണ്ടിൻ്റെ, അത് ഫോറിൻ റിസർവ് നമുക്ക് ഓരോ രാജ്യത്തിനും ഉണ്ടാവും അല്ലേ? ഇന്ത്യക്കും ഇപ്പോൾ വളരെയധികം വലിയൊരു ഫോറിൻ റിസർവ് ഉണ്ട്. അപ്പോൾ ഈ ഫോറിൻ റിസർവ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അതുപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് കൺട്രോളിംഗ് മെത്തേഡ്സ് കൃത്യമായിട്ട് ഡീൽ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഏത്? ഒന്നാമത്തേതായിട്ട് എന്താണ്? ബാങ്ക് ഓഫ് ഇഷ്യൂസ്. രണ്ടാമത്തേതായിട്ടുള്ള എന്താണ്? ബാങ്കർ ആൻഡ് ഡെപ്റ്റ് മാനേജർ ഓഫ് ഗവൺമെൻറ്. മൂന്നാമത്തേതായിട്ട് എന്താണ്? ബാങ്കേഴ്സ് ബാങ്കാണ്. അതുപോലെ തന്നെ നാലാമതായിട്ട് ഫോറിൻ റിസർവ് കൈകാര്യം ചെയ്യുന്നത്. അഞ്ചാമതായിട്ട് ക്രെഡിറ്റ് കൺട്രോളറായിട്ട് പ്രവർത്തിക്കുന്നത് എല്ലാം RBI ആണ് എന്നത് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുക. ഈ 5 കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചർച്ചയിലേക്ക് തിരിച്ചു പോകാം. നമ്മൾ മണി മാർക്കറ്റ് ചർച്ച ചെയ്ത് തുടങ്ങിയ സമയത്ത് RBIയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. RBIയുടെ 5 പ്രധാനപ്പെട്ട അവരുടെ കർത്തവ്യം, RBIയുടെ കർത്തവ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അവിടെ പോയി നോക്കാം. 23ാമത്തെ ചോദ്യം, വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ദ നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഓവർസീയിങ് ദ പബ്ലിക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻ സെൻട്രൽ ഗവൺമെൻറ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ആരാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഓവർസീ ചെയ്യുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഫൈനാൻസ് അല്ലെ, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് അല്ലെ, ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചുള്ളൊരു ബേസിക് ഐഡിയ ആണ് ഈ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ്, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, അതായത് ഈ പബ്ലിക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടത്തുന്നത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് അറിയാമോ? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്.
ആരാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് ഇതിൻ്റെ ചെയ്യുന്നത്. ഇതിൻ്റെ ഉത്തരം ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ ഈ മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഏത്? ഇത്തരത്തിലുള്ള പബ്ലിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കുന്നതിന്. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ മാത്രം നോക്കിയാൽ മതിയോ? പോരാ. അപ്പോൾ ആര് വേണം? ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ സർവീസസ് ഇപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് അല്ലേ. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ സർവീസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ പബ്ലിക് അസറ്റ് മാനേജ്മെന്റിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് അല്ലേ, പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് ഇതിനൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ എന്തുണ്ട്? വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് ഇവിടുത്തെ ആൻസർ. ഇതിന് പുറമെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ സർവീസസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് എന്നിവയാണ് മറ്റ് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ഫൈനാൻസ്, അത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. എഗെയിൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഹൂ വിൽ ബി ദ ബെനിഫിഷ്യറീസ്? ആരാണ് ബെനിഫിഷ്യറീസ് ആവുക? എന്തിൻ്റെ അണ്ടർ? പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ സ്കീം. 2019 ഒരുപാട് ചർച്ചയാക്കപ്പെട്ട ഒരു സ്കീമായതുകൊണ്ടാണ് ആ സമയത്തുള്ള എക്സാമിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഈ സമയത്ത് എന്ത് ചെയ്യുക? ഈ 2021 സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ചില സ്കീമുകളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഇതിനു മുമ്പ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധാനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എവിടത്തെ ആളുകളെയാണ് ഇതിൽ കവർ ചെയ്യുന്നത്? അൺഓർഗനൈസ്ഡ് സെക്ടർ അല്ലേ. അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള തൊഴിലാളികളെ, ഓർഗനൈസ്ഡ് സെക്ടറിൽ എന്തുണ്ട്? കൃത്യമായ നിയമങ്ങളും രീതികളും തൊഴിൽപരമായിട്ടുള്ള അവകാശങ്ങളും അതുപോലെ തന്നെ എന്തുമുണ്ട്? തൊഴിൽപരമായ സുരക്ഷതകളും പെൻഷനുകളും ഒക്കെ ഓർഗനൈസ്ഡ് സെക്ടറിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ അങ്ങനെയല്ല. പക്ഷേ അൺഓർഗനൈസ്ഡ് സെക്ടറാണ് ഏതാണ്ട് 80% മുകളിൽ ഇന്ത്യയുടെ തൊഴിലാളികൾ ഏത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്? അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. ഇത് പലപ്പോഴും 90% അടുത്ത് വരെ എത്താറുണ്ട്. ഇപ്പോഴും 90 അടുത്തൊക്കെ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഇത്രയധികം ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് വേണം? അവരുടെ ബെനിഫിറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കണ്ടേ, അവർക്ക് സുരക്ഷ ഒരുക്കണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധാൻ സ്കീം ഇറക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. മാസം 3000 രൂപ വരെ 60 വയസ്സിന് ശേഷം പെൻഷൻ ലഭിക്കുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയാണ്. മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ അടിയിലാണ് എന്ന കാര്യമൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ ഭാഗത്ത്? ഇത് എങ്ങനത്തെ സ്കീമായിരുന്നു? നമ്മൾ പറഞ്ഞു സെൻട്രൽ സെക്ടർ സ്കീം അല്ലേ. സെൻട്രൽ സെക്ടർ സ്കീമാണ്, സെൻട്രലി സ്പോൺസേർഡ് സ്കീം അല്ല. അതായത് മുഴുവനും ആരാണ് വഹിക്കുന്നത് തുക? സെൻറ്റർ ആണ് വഹിക്കുന്നത്. അപ്പോൾ ഒരു സ്കീം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും നോക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. ഒന്നുകൂടി വേഗത്തിൽ പറയാം. അത് സെൻട്രൽ സെക്ടർ സ്കീമാണോ സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണോ അതിന് മുൻകൈയിട്ട് നിൽക്കുന്നത് എന്ന കാര്യം ആലോചിക്കുക. അതുപോലെ തന്നെ അത് ഏത് മിനിസ്റ്ററിയുടെ കീഴിലാണ് ആ സ്കീം നടപ്പിലാക്കുന്നത്, ഏത് മിനിസ്ട്രിയാണ് നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. അത് ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തതെന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ, ഈ 3-4 കാര്യങ്ങളാണ് ഒരു സ്കീമിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഓർത്ത് വെക്കേണ്ടത്. അല്ലാണ്ട് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 25ാമത്തേത്. വാട്ട് ഈസ് നോമിനൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്? എന്താണ് നോമിനൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നതാണ് ചോദ്യം. എന്താണ് നോമിനൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ? നമുക്ക് നോമിനൽ ഗ്രോസ് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ നോമിനൽ ആയിട്ടുള്ള എന്തോ ആയിക്കോട്ടെ, നോമിനൽ ആയിട്ടുള്ള അളവുകളുമുണ്ട്. നോമിനൽ ആൻഡ് റിയൽ എന്ന് നമ്മൾ പറയും അല്ലേ. നോക്കൂ, നോമിനൽ GDP, റിയൽ GDP എന്ന് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ സ്ലൈഡ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ GDP പഠിച്ച സമയത്ത് പഠിച്ചതാണ്. നോമിനൽ GDP, അതുപോലെ തന്നെ റിയൽ GDP. ഈ നോമിനൽ GDP എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഉടനെ ആലോചിക്കുക കറണ്ട് പ്രൈസസ്, ഇപ്പോഴുള്ള വില. റിയൽ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ്, ഒരു കോൺസ്റ്റന്റ് പ്രൈസ്. വ്യത്യാസം വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ചർച്ച ചെയ്തതാണ്, എന്നാൽ ഒന്നുകൂടി പറയുകയാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നമ്മൾ കണക്കാക്കാറുണ്ട്? ഒരു രാജ്യം ഏത് രീതിയിൽ വളരുന്നു എന്ന് നമ്മൾ കണക്കാക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ 2011-12 എന്നതാണ് നമ്മളുടെ ബേസിക്കലി ഇപ്പോൾ നമ്മൾ എല്ലാത്തിനും എടുക്കുന്ന ബേസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ 2011-12 മൊത്തത്തിൽ എന്തുണ്ട്? നമ്മുടെ GDP ഔട്ട്പുട്ട് 100 രൂപയ്ക്ക് തുല്യമായ ഔട്ട്പുട്ട് വന്നു എന്ന് വിചാരിക്കുക.
എന്താണ് മൊത്തം വന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയൊക്കെ അളവ് നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്, ഇന്ത്യയിലെ GDP നമ്മൾ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് 100 രൂപയ്ക്ക്. ഇത് നമ്മളുടെ ട്രില്യണിലൊക്കെയാണ് അളവുണ്ടാവുക അല്ലേ, പക്ഷെ നമ്മൾ തൽക്കാലം വിചാരിക്കും 100 രൂപയാണ് നമ്മളുടെ GDPയുടെ മൊത്തത്തിൽ എല്ലാത്തിൻ്റെയും വിലയും വാല്യൂ ഒക്കെ നോക്കിയപ്പോൾ എന്ന് വിചാരിക്കുക. അതേ അളവായിരിക്കുമോ ഇപ്പോൾ 2021, 22 ആകുമ്പോൾ ഉണ്ടാവുക? തീർച്ചയായിട്ടും ആയിരിക്കില്ല അല്ലേ. ഇത് എത്രയായിട്ടുണ്ടാവും? ചിലപ്പോൾ 150 ആയിട്ടുണ്ടാവും അല്ലേ, 150 എന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ 150 ആയിട്ടുണ്ടാവും വിചാരിക്കുക. അപ്പോൾ ഇത് എന്ത് രീതിയിൽ നടക്കാം? 2 രീതിയിൽ ഈ മാറ്റം നടക്കാം. ഒന്നാമത്തെ മാറ്റം എങ്ങനെയാണ്? നമ്മളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അത്രയധികം വർദ്ധിച്ചു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഭയങ്കരമായി വർദ്ധിച്ചു. നമ്മളുടെ എല്ലാ മേഖലകളും, അഗ്രികൾച്ചർ ആവട്ടെ, ഇൻഡസ്ട്രി ആവട്ടെ, സർവീസ് സെക്ടർ ആവട്ടെ, എല്ലാം വളരെയധികം മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ എന്തായി മാറി? നമ്മൾ ഈ 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏതാണ്ട് 10-20 പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിച്ചിട്ട് ഇപ്പോൾ നമ്മൾ 30ഓളം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം എന്തായി? 150 ആയി അല്ലേ. ഈ രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ GDP വർദ്ധിക്കാം അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിച്ചത് കൊണ്ട് ഇനി ഈ 100-150 ആവാൻ വേറൊരു വഴിയും കൂടിയില്ലേ? എന്താണത്? ഇൻഫ്ലേഷൻ കാരണമാകാം. അതായത് നേരത്തെ 20 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അല്ലേ. 20 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്ന സാധനം എന്ന് പറയും, 20 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്ന സമയത്ത് എന്താണ്, ഇവയ്ക്കെല്ലാം ഓരോ വിലയുണ്ടായിരുന്നു. അങ്ങനെ അവസാനം 100 രൂപയായി GDP മാറി. ഇപ്പോൾ ആക്ച്വലി ചിലപ്പോൾ 20 പ്രൊഡക്റ്റ് പോലും ഉണ്ടാകുന്നുണ്ടാവില്ല. ചിലപ്പോൾ 15 പ്രൊഡക്റ്റേ ഉണ്ടാക്കുന്നുണ്ടാവുള്ളൂ. മൊത്തത്തിൽ ഔട്ട്പുട്ട് 15 യൂണിറ്റേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇൻഫ്ലേഷൻ കാരണം എന്താണ് നോക്കുന്ന സമയത്ത് എന്താണ് ഏതാണ്ട് ഒരു 10 രൂപ വെച്ച് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 150 എന്ന് കിട്ടും അവസാനം ഔട്ട്പുട്ട് നമ്മളുടെ വാല്യൂ കണക്കാക്കുന്ന സമയത്ത്. പക്ഷേ ഇവിടെ ആക്ച്വലി ശരിക്കും പ്രൊഡക്ഷൻ വർദ്ധിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് പ്രൊഡക്ഷൻ വർദ്ധിച്ച കാരണമാണോ ഈ GDP 150 വാല്യൂ എത്തിയിരിക്കുന്നത്? അല്ല. എന്ത് കാരണമാണ്? ഇവിടെ ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ വന്നിരിക്കുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എന്ത് നമ്മൾ കൺസിഡർ ചെയ്യണം? ഇൻഫ്ലേഷണറി ടെൻഡൻസീസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക കറണ്ട് പ്രൈസസ്, ഇപ്പോൾ ഉള്ള സാധനങ്ങളുടെ വില വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? GDP കണക്കാക്കുന്നത് വിചാരിക്കൂ. നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് നോമിനൽ GDP ആണ് കിട്ടുക. അത് നോമിനൽ ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. കാരണം എന്താണ്? നമ്മൾ എന്ത് കണക്കാക്കുന്നില്ല, ഇപ്പോഴത്തെ കറണ്ട് പ്രൈസസ് എന്ന് വെച്ചാൽ ഒരു 10 വർഷം മുമ്പത്തെ പ്രൈസസ് ആയിരിക്കില്ല ഒരിക്കലും, വില കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന നോമിനൽ GDP ആണ്. അത് ശരിക്കും ഒരു റിയാലിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? ശരിക്കും നമ്മളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്ര കൂടി എന്നുള്ളത് നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടിയത് കൊണ്ട് കൂടിയ GDP ആണോ നമ്മളവിടെ കാണുന്നത്? അതിൻ്റെ കൂട്ടത്തിൽ എന്ത് കൂടിയുണ്ട്? ആക്ച്വലി കറണ്ട് പ്രൈസസിൽ ഇൻഫ്ലേഷൻ കാരണം സാധനങ്ങൾക്ക് പൈസ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുകൂടി കൊണ്ട് എന്ത് കൂടാം? GDP വർദ്ധിച്ചതായിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ കണക്കിൽ വരും അല്ലേ. അപ്പോൾ ആ കാര്യം ആലോചിക്കണം. അതുകൊണ്ട് നോമിനൽ GDP ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? റിയൽ ആയിട്ട് ആക്ച്വലി പ്രൊഡക്ഷൻ വർദ്ധിച്ചത് കാരണമാണോ GDP വർദ്ധിച്ചത് എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് നമുക്ക് കണക്കാക്കണം? റിയൽ GDP കണക്കാക്കണം. റിയൽ GDP എങ്ങനെ നമ്മൾ കണക്കാക്കും? കോൺസ്റ്റന്റ് പ്രൈസിലാണ് കണക്കാക്കുക. അതായത് നമ്മളൊരു ബേസ് ഇയർ എടുക്കും. ഇപ്പം നിലവിൽ 2011-12 ആണ്. അതിൽ നമ്മളൊരു ബാസ്ക്കറ്റ് ഓഫ് പ്രൊഡക്ട്സ് വെച്ചിട്ടല്ലേ GDP മറ്റ് സാധനങ്ങൾ പലപ്പോഴും കണക്കാക്കാറുള്ളത്. ഈ സാധനങ്ങൾക്കൊക്കെ 2011-12 എന്ത് വിലയാണോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സോപ്പിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങൾക്ക് 2011-12 ഒരു വിലയുണ്ടാവും അല്ലേ. അതേ വില നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇപ്പോഴും GDP കണക്കാക്കുമ്പോൾ നമ്മൾ അതേ വിലയിൽ തന്നെ നമ്മൾ സാധനങ്ങൾ കണക്കാക്കുകയാണ്. അപ്പോൾ എന്ത് നമുക്ക് കാണാം? പ്രൊഡക്ഷൻ്റെ കപ്പാസിറ്റി വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഇപ്പോൾ ഉള്ള GDP വളർന്നിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റുള്ളൂ. അതായത് ചേഞ്ചസ് ഇൻ ഇൻഫ്ലേഷൻ കണക്കാക്കുകയാണ്, അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ നടത്തുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിലാണ് നോമിനൽ GDPയും റിയൽ GDPയും എന്ത് ചെയ്തിരിക്കുന്നത്? വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. നോമിനൽ GDP എന്ന് വെച്ചാൽ അത് കറണ്ട് പ്രൈസസിലുള്ളതാണ്. റിയൽ GDP എന്ന് വെച്ചാൽ അത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിക്കൊണ്ട് കോൺസ്റ്റന്റ് പ്രൈസിലുള്ള കണക്കാക്കലാണ് റിയൽ GDP എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതിനൊപ്പം തന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. എന്താണത്? വിവിധ രീതിയിലുള്ള ഇൻഫ്ലേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചില ടേമുകളാണ്. നമ്മൾ സ്റ്റാഗ്ഫ്ലേഷനും സ്റ്റാഗ്നേഷനും ഒക്കെ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡിഫ്ലേഷൻ, റിഫ്ലേഷൻ, ഡിസിൻഫ്ലേഷൻ, സ്റ്റാഗ്ഫ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് എന്താണ് എന്ന് ഓടിച്ച് ഒന്ന് പോസ് ചെയ്ത് ജസ്റ്റ് വായിച്ചു നോക്കുക. തിയററ്റിക്കലി കാര്യമാണ്, പക്ഷേ ഇവയുടെ ഓരോ ടേമുകളും പലപ്പോഴായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ട് ഓപ്ഷനിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ചില ടേമുകളാണ് ഇവയെല്ലാം. അപ്പോൾ അതെന്താണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? വേഗത്തിലൊന്ന് നോക്കിയേക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചർച്ച ചെയ്ത സാധനങ്ങൾ വളരെ വേഗത്തിലൊന്ന് നിങ്ങൾ ഓടിച്ചു നോക്കൂ.
ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? സിറ്റുവേഷൻ ഇൻ ദ എക്കണോമി വെർ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് പ്രിവെയിലിംഗ്. എന്താണ്? സ്റ്റാഗ്ഫ്ലേഷൻ അല്ലെ, സ്റ്റാഗ്നേഷൻ്റെയും ഇൻഫ്ലേഷൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. സ്റ്റാഗ്നേഷനിൽ ലോ എക്കണോമിക് ഗ്രോത്തും അൺഎംപ്ലോയ്മെൻറ്റുമാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷനിൽ എന്ത് കാണും? സാധനങ്ങളുടെ വില വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഹൂ ആക്ട്സ് ആസ് ദ ബാങ്കർ ടു ദി ഇന്ത്യൻ ഗവൺമെൻറ്? RBI ആണ്. RBIയുടെ 5 പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതെന്ത് ചെയ്യുക? ഓർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് എന്ത് ചെയ്യുന്നത്? ഓവർസീയിങ് ദ പബ്ലിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. അടുത്തത് എന്താണ്? ആർക്കാണ് എന്തിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്? പ്രധാനമന്ത്രി ശ്രം യോഗി മൻധാൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചത്. പീപ്പിൾ വർക്കിംഗ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ അല്ലെ, അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു ബെനിഫിറ്റ് കൊടുക്കുന്ന സ്കീമാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധാൻ എന്ന് നിങ്ങൾ ആലോചിക്കുക. ശേഷം എന്ത് ചോദിച്ചു? നോമിനൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണ്? അതെന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് that is calculated at current market price. നിലവിലുള്ള സാധനങ്ങളുടെ വില, അതായത് ഇൻഫ്ലേഷൻ കണക്കാക്കാതെ, ഇൻഫ്ലേഷൻ ടെൻഡൻസീസ് കണക്കാക്കാതെ നിലവിലുള്ള പൈസ തന്നെ, നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിൽ GDP കണക്കാക്കുന്നതാണ് നോമിനൽ GDP എന്ന് പറയുന്നത്. എന്നാൽ ഇൻഫ്ലേഷൻ കാരണമുള്ള എന്താ പറയുക, ആ വിലവർദ്ധനവ് ഒഴിവാക്കിക്കൊണ്ട് ആക്ച്വലി ഉള്ള പ്രൊഡക്ടിവിറ്റി നമ്മൾ കണക്കാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? റിയൽ GDP നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു വ്യത്യാസം കൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. അടുത്ത സ്ലൈഡിൻ്റെ തുടക്കത്തിലുള്ള സാധനം തന്നെ ഒരു പുസ്തകത്തിനെ കുറിച്ച്, ഒരു എന്താ പറയുക, നമ്മുടെ എക്കണോമിക്സിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തി എഴുതിയൊരു പുസ്തകത്തിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലേ, ഇതിൽ വലിയ എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യമില്ല. എന്താണ്? ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. 1936 ഇത് എഴുതിയത് ആരായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ്. ജോൺ മൈനാർഡ് കെയ്ൻസ് എന്ന് പറയും അല്ലേ. ഒന്നുകിൽ കെയ്ൻസ് എന്ന് തരും, അല്ലെങ്കിൽ എന്ത് തരും? ജോൺ മൈനാർഡ് കെയ്ൻസ് എന്ന് തരും. അപ്പോൾ നിങ്ങൾ അതെങ്ങനെയാണെങ്കിലും ഉത്തരം എഴുതുക. ഇദ്ദേഹമാണ് എന്ത്? മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കെയ്ൻസ് ആണ് അല്ലേ. മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവ് എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ജനറൽ തിയറി എന്നും കൂടി എന്ത് അറിയപ്പെടുന്നുണ്ട്? മാക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു പുസ്തകം ഉണ്ടല്ലോ, വെൽത്ത് ഓഫ് നേഷൻസ്. അതാരാണ് എഴുതിയത്? ആഡം സ്മിത്ത് ആണ് അല്ലേ. ആധുനിക എക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്ത് ആണ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത്. ഇദ്ദേഹത്തിന് തന്നെ മറ്റൊരു തിയറിയാണ് എന്ത്? ലേസീസ് ഫെയർ അല്ലേ. ഗവൺമെൻറ് എന്തിൽ ഇടപെടരുത്? ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എക്കണോമിയിൽ എന്താണ്? വളരെ പരിമിതമായിട്ടേ പാടുള്ളൂ. ഇൻഡിവിജ്വൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നൊരു കൺസെപ്റ്റാണ് ലേസീസ് ഫെയർ എന്ന് പറയുന്നത്. ലേസീസ് ഫെയർ എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന രീതിയിൽ പലപ്പോഴും ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ലേസീസ് ഫെയർ ആഡം സ്മിത്ത് ആണ് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ലേസീസ് ഫെയർ എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഏറ്റവും മിനിമലാക്കി മാറ്റുക, ഇൻഡിവിജ്വൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുക. അതാണ് ലേസേഴ്സ് ഫെയർ എന്ന് പറയുന്നത്. വെൽത്ത് ഓഫ് നേഷൻ എന്നുള്ള പുസ്തകമാണ് ആഡം സ്മിത്തിൻ്റെ പുസ്തകം എന്നും കൂടി ഇതിനൊപ്പം ചേർത്ത് ആലോചിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് ഇയർ ഫസ്റ്റ് ജെൻഡർ ബജറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പിയേർഡ് ഇൻ ദ യൂണിയൻ ബജറ്റ് ഓഫ് ഇന്ത്യ? എന്താണ് ചോദ്യം? ആദ്യത്തെ ജെൻഡർ ബജറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏത് ബജറ്റിലാണ് വന്നത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് 2005-2006 ആണ്. എന്താണ്? 2005-2006 ഒരു ജെൻഡർ റെസ്പോൺസീവ് ബജറ്റിംഗ്, എന്താണ് ജെൻഡർ റെസ്പോൺസീവ് ബജറ്റിങ്ങിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുകയാണ്? അതായത് ഇത് നേരിട്ട് ജസ്റ്റ് ഒരു ഡിവൈഡ് ചെയ്ത് സ്ത്രീകൾക്ക് ഇത്രയ്ക്ക് പുരുഷന്മാർക്ക് ഇത്രയ്ക്ക് എന്ന് പറയുന്ന ബജറ്റ് അങ്ങനെയൊന്നും അല്ല അതിൻ്റെ അർത്ഥം. അതായത് ബജറ്റിലൂടെ തന്നെ, ബജറ്റിലെ നടപടികളിലൂടെ തന്നെ എന്ത് നടത്തുക? ഒരു സ്ത്രീ ശാക്തീകരണം നടത്തുക. അതായത് അവരെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും, ഇനീക്വാലിറ്റി നിലവിലുള്ള എല്ലാ മേഖലകളിലേക്കും എന്ത് ചെയ്യുക? ബജറ്റിലെ പ്രപ്പോസലുകളിലൂടെ എന്ത് ചെയ്യുക? ആ ഇനീക്വാലിറ്റിയെ ഇല്ലാതാക്കാനുള്ള നടപടികൾ എടുക്കുക. ഇതാണ് ബേസിക്കലി എന്ത്? ജെൻഡർ റെസ്പോൺസീവ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ആ ജെൻഡർ റെസ്പോൺസീവ് ബജറ്റിംഗ് എന്നുള്ള രീതിയിലേക്കുള്ള ആദ്യത്തെ ആ ഒരു ബജറ്റ്, ഈ ജെൻഡർ ബജറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമായിട്ട് അപ്പിയർ ചെയ്ത യൂണിയൻ ബജറ്റ് ആയിരുന്നു 2005-2006 എന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ്സ് വിച്ച് എ ബാങ്ക് മസ്റ്റ് കീപ് ആസ് ക്യാഷ് റിസർവ്സ് വിത്ത് ഇറ്റ് സെൽഫ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ക്യാഷ് റിസർവ് ആയിട്ട്, ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് എങ്ങനത്തെ ഒരു സാധനമാണ്? നമുക്ക് വളരെയധികം ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന ലിക്വിഡ് ആയിട്ടുള്ളൊരു മണി ഫോമാണ് അല്ലേ എന്ത്? ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് റിസർവ് ആയിട്ട് സ്വന്തം കയ്യിൽ തന്നെ ബാങ്കുകൾ വെക്കണം.
മനസ്സിലാവുന്നുണ്ടോ? ഈ ഇറ്റ്സെൽഫ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. സ്വന്തം കയ്യിൽ തന്നെ ക്യാഷ് റിസർവ് ആയിട്ട് ഒരു പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ് വെക്കുന്നതിനെ നമ്മൾ എന്താണ് പറയുക? SLR അല്ലെ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയും അല്ലെ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് മൊത്തം ഡെപ്പോസിറ്റുകളും എന്ത് ചെയ്യരുത്? ബാങ്ക് കടമായിട്ട് ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്തു പറയുന്നു? ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എത്ര പെർസെൻറ്റേജ് ആണോ ആ പെർസെൻറ്റേജ് ഓഫ് ദ ഡെപ്പോസിറ്റുകളുടെ ഈ ഒരു പെർസെൻറ്റേജ് ബാങ്ക് എന്ത് ചെയ്യണം? അതിൻ്റെ അടുത്ത് തന്നെ ബാങ്കിൻ്റെ ലോക്കറിൽ തന്നെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം, ക്യാഷ് റിസർവ് ആയിട്ട്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? പെട്ടെന്നൊരു എന്താണ് ക്യാഷ് ക്രഞ്ചോ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ബാങ്കിന് ഒരു മിനിമം എമൗണ്ട് എന്ത് ചെയ്യണം? അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ വേണം. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പറയുന്നത്. ഇതുപോലെ തന്നെ മറ്റൊന്നുണ്ടല്ലോ, എന്താണത്? ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെ. ക്യാഷ് റിസർവ് റേഷ്യോന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയുമായിട്ട്? ക്യാഷ് റിസർവ് റേഷ്യോയിൽ ബാങ്ക് ഈ പണം സ്വന്തം വോൾട്ടിലല്ല എവിടെയാണ് വെക്കേണ്ടത്? RBIയുടെ കയ്യിലാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. RBI ആണ് CRR സൂക്ഷിക്കുന്നത്. SLR പക്ഷേ ബാങ്കുകൾ ആരുടെ കൊടുക്കണ്ട? RBIയുടെ അടുത്ത് കൊടുക്കണ്ട, സ്വന്തം കയ്യിൽ ഇറ്റ്സെൽഫ് സ്വന്തം കയ്യിൽ തന്നെ എന്ത് ചെയ്താൽ മതി? വെച്ചാൽ മതി എന്ന കാര്യമാണ് വ്യത്യാസമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ അപ്പോൾ ആ കാര്യം? ഫൈൻ. ഇനി 29ാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇൻഡയറക്റ്റ് ടാക്സസ് ഈസ് ചാർജ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്? അതായത് സെൻട്രൽ ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന ചില ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ട്. ഒക്ട്രോയ് പോലത്തെ ചില സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അവയെല്ലാം എവിടെയാണ് വരിക? എൻ്റർടൈൻമെൻറ്റ്, ഒക്ട്രോയ് തുടങ്ങിയ ചില സാധനങ്ങൾ സംസ്ഥാനമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള ചില ടാക്സുകൾ നിങ്ങൾക്ക് അറിയാം, 2 ഹെഡുകളായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്തായിരുന്നു? അത് സർവീസ് ടാക്സ് എന്നുള്ളതായിരുന്നു. സർവീസ് ടാക്സ് ആരാണ് ചാർജ് ചെയ്യുന്നത്? അത് സെൻട്രൽ ഗവൺമെൻറ് ആണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്താണ്? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. ഇവയെല്ലാം ആരാണ് ചാർജ് ചെയ്യുന്നത്? സെൻട്രാണ്. പിന്നീട് ഇതിൻ്റെ റീ അപ്രോപ്രിയേഷൻ ഒക്കെ നടക്കും. ടാക്സ് സ്റ്റേറ്റുകൾക്ക് കിട്ടുന്ന ടാക്സ് സ്റ്റേറ്റിലേക്ക് എത്തും. ചിലപ്പോൾ ലെവി ചെയ്യുന്നത് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ആയിരിക്കും. അപ്രോപ്രിയേഷൻ കൃത്യമായി നടക്കും. പക്ഷേ ചാർജ് ചെയ്യുന്നത് ആരാണ്? ഇത് സർവീസ് ടാക്സ് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ് എന്ന കാര്യം നിങ്ങളിവിടെ ആലോചിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഓൺ വിച്ച് ഡേറ്റ് ഡിഡ് ദ നീതി ആയോഗ് റീപ്ലേസ് പ്ലാനിംഗ് കമ്മീഷൻ? പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് നീതി ആയോഗ് വന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നതാണ് എന്ത്? നീതി ആയോഗ്. അതുപോലെ തന്നെ ഏത് ഡേറ്റ് മുതലാണ് തുടങ്ങുന്നത്? ദ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിഗാൻ ഓൺ January 1st, 2015 വിത്ത് എംഫസൈസസ് ഓൺ ബോട്ടം അപ്പ് അപ്രോച്ച്. അപ്പോൾ ഇത് ഏതോ ഒരു സമയത്ത് ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ബോട്ടം അപ്പ് അപ്രോച്ച് ഉള്ളത് ഏത് ചോദിച്ചിട്ട് പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് എന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ തന്നു. ബോട്ടം അപ്പ് അപ്രോച്ച് അതായത് താഴേക്കിടയിൽ, അതായത് സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? വികസനം കൊണ്ടുവരിക. പണ്ട് എങ്ങനെയായിരുന്നു? മുകളിൽ നിന്ന് താഴത്തേക്കായിരുന്നു അല്ലേ. ഒരൊറ്റ രീതിയിൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ അഭിപ്രായം വരും, അതനുസരിച്ച് എല്ലാവരും നടപ്പിലാക്കുക എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ബോട്ടം അപ്പ് അപ്രോച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? അതൊരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് ഉദാഹരണമാണ് അല്ലേ. എന്താണ്? എല്ലാവരും ഒന്നിച്ച് ചേർന്ന് ഫെഡറൽ സ്ട്രക്ചറിനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, തീരുമാനങ്ങൾ എടുക്കുക. ആ ഒരു രീതിയിലൊക്കെയുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് നീതി ആയോഗിൻ്റെ ഉള്ളത്. ഇതിനുശേഷം നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ, ഇതിൻ്റെ വോട്ടിംഗ് രീതികളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സമയത്ത് ആലോചിക്കാൻ ശ്രമിക്കുക. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗ് ചെയർ ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഓർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. നോക്കൂ, വളരെ വേഗത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് നോക്കൂ. ആരായിരുന്നു ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നുള്ള ആ ഒരു രചന നടത്തിയത്? ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആയിരുന്നു അല്ലേ. മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അതിനുശേഷം ആദ്യമായിട്ട് ജെൻഡർ ബജറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏത് ബജറ്റിലാണ്, ഏത് യൂണിയൻ ബജറ്റിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? 2005, 2006 സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ് ബാങ്ക് എവിടെ സൂക്ഷിക്കണം? അതിൻ്റെ അടുത്ത് തന്നെ, ഓൺ ഇറ്റ് സെൽഫ്. മനസ്സിലായോ? ബാങ്കിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് ഇത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. CRR എന്താണ്? അത് RBIയുടെ അടുത്താണ് എന്ത് ചെയ്യേണ്ടത്? ബാങ്ക് കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ടത്, സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇൻഡയറക്റ്റ് ടാക്സസ് ഈസ് ചാർജ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്? ഏതാണ്? സർവീസ് ടാക്സ് ആണ്. 30ാമത്തേത് നോക്കൂ. ഓൺ വിച്ച് ഡേറ്റ് ഡിഡ് നീതി ആയോഗ് റീപ്ലേസ് ദ പ്ലാനിംഗ് കമ്മീഷൻ? എന്നായിരുന്നു? 2015 ജനുവരി 1 എന്ത് ചെയ്യുന്നത്? പുതുവർഷ ദിനം മുതൽ എന്ത് ചെയ്യുകയാണ്? നീതി ആയോഗ് എന്ന രീതിയിൽ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ ഒരാൾ കടന്നു വരികയാണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. അടുത്ത നോക്കൂ. വിച്ച് സെൻട്രൽ ഏജൻസി റെഗുലേറ്റ്സ് ആൻഡ് മോണിറ്റേഴ്സ് ഹൗസിംഗ് സെക്ടർ ഇൻ ഇന്ത്യ?
ഹൗസിംഗ് സെക്ടർ നിയന്ത്രിക്കുന്നത് ആര്? നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ വരെ ചിലപ്പോൾ ഇത് എഴുതാൻ പറ്റും. കാരണം പൃഥ്വിരാജിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പ്രൈവറ്റ് കമ്പനി ആയിരുന്നു. അതിൽ പറയുന്നുണ്ട് റേറ അപ്രൂവ്ഡ് ആയിട്ടുള്ള, റേറ മേൽനോട്ടം വഹിക്കുന്ന, റേറയുടെ അപ്രൂവൽ ലഭിച്ച എന്നൊക്കെ തുടർച്ചയായിട്ട് അവർ പറയുന്നുണ്ട്. ഈ റേറ ഇപ്പോഴല്ല കേട്ടോ, ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റുകൾ അത് വരാറില്ല. 2017 സമയത്തൊക്കെയാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം 2016 എന്ത് ചെയ്യുകയാണ്, ഒരു നിയമം പാസ്സാക്കുകയാണ്, റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട്. എന്താണ് റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞിട്ട് 2016 ഒരു ആക്ട് പാസ്സാവുകയും അതിനെ തുടർന്ന് 2017 മുതൽ എന്ത് വരികയാണ്, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റി. എന്താണ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റി എന്ന് വെച്ചുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരികയും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവരെന്ത് ചെയ്യും, എല്ലാ സ്റ്റേറ്റിലെയും ഭൂമിയുടെ ഇടപെടലുകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്, കൃത്യമായിട്ട് അതിൻ്റെ മേൽനോട്ടം വഹിക്കുകയാണ് റേറ നടത്തുന്നത്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്ത് ചെയ്യും, ഇതൊരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസമായിട്ടും പ്രവർത്തിക്കും. തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ റേറ എന്ത് ചെയ്യും, അത് കൃത്യമായിട്ട് അതിൻ്റേതായിട്ടുള്ള നിലപാട് രണ്ട് പാർട്ടികൾക്കിടയിൽ കൃത്യമായി വയ്ക്കും. അവർക്ക് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പിന്നീട് മേൽക്കോടതികളിലേക്ക് മൂവ് ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യും, റേറയുടെ ഈ ഒരു തീരുമാനം എന്ന് പറയുന്നതിന് ഒരു വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഏത് സെൻട്രൽ ഏജൻസിയാണ് എന്ത് ചെയ്യുന്നത്, ഹൗസിംഗ് സെക്ടറും മറ്റും ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട്, അത് റേറയാണ് എന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 32ാമത്തേത്. ദ ഫണ്ട് ഇൻ ടു വിച്ച് ദ പ്രൊസീഡ്സ് ഫ്രം ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആർ ചാനലൈസ്ഡ്. ഓരോ ചോദ്യത്തിലും നമ്മൾ പണ്ടേ ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട് ചില കീ വേർഡുകൾ ഉണ്ടാവും. ആ വേർഡുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ വേർഡുകളിൽ നിന്നാണ് നിങ്ങൾ ആൻസറിലേക്ക് പോകേണ്ടതെന്ന് പറയാറുണ്ട്. ഇവിടെ നോക്കൂ, ദ ഫണ്ട് ഇൻ ടു വിച്ച് ദ പ്രൊസീഡ്സ് ഫ്രം ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇത് പറഞ്ഞിരുന്നോ? ഓർമ്മയുണ്ടോ? അതോ പറഞ്ഞിട്ടില്ലേ? ഇതാ നോക്കിക്കോളൂ, സ്ലൈഡ് തന്നെ നോക്കിക്കോളൂ. എന്താണ് നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്? എന്താണ് ഇതിൽ പറയുന്നത്? എന്തിനാണ് ഈ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉള്ളത്? ടു ഡെപ്പോസിറ്റ് പ്രൊസീഡ്സ് ഫ്രം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് PSU, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ, പ്രധാനപ്പെട്ട നമ്മളുടെ പബ്ലിക് സെക്ടറിലുള്ള കമ്പനികളുണ്ട് അല്ലേ, അവയിൽ നിന്നും അവയുടെ ഗവൺമെൻറ്റിൻ്റെ ഷെയർ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ലഭിക്കുന്ന തുക ഡയറക്റ്റ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം? അത് നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിലേക്കാണ് പോകുന്നത്. മനസ്സിലായോ? നമുക്ക് 3 തരത്തിലുള്ള ഫണ്ടുകൾ നമുക്കറിയാം അല്ലേ. എന്തൊക്കെയാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ട്, കണ്ടിൻജൻസി ഫണ്ട് ഉണ്ട്, പബ്ലിക് അക്കൗണ്ടും ഉണ്ട്. ഇതിലെ പബ്ലിക് അക്കൗണ്ടിൻ്റെ അടിയിലാണ് എന്ത് വരുന്നത്? നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് വരുന്നത്. ക്രെഡിറ്റഡ് ടു ദ എക്സിസ്റ്റിംഗ് പബ്ലിക് അക്കൗണ്ട് അണ്ടർ ദ ഹെഡ് NIF. അതായത് പബ്ലിക് അക്കൗണ്ടിൻ്റെ അടിയിൽ എന്ത് ഹെഡ് ഉണ്ട്? നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് വെച്ചൊരു ഹെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലേക്കാണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് PSUs എല്ലാം എന്ത് ചെയ്യുന്നത്? പോയി വീഴുന്നത്. ആൻഡ് ഇത് എന്തിനു ഉപയോഗിക്കണമെന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ നോക്കൂ, ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുക? ഫോർ സബ്സ്ക്രൈബിങ് ഷെയർസ് ഇൻ സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് അല്ലേ. CPSEസിൽ കൂടുതൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ എന്നുണ്ടെങ്കിൽ അത് ഇതിന് ഉപയോഗിക്കും. അതുപോലെ തന്നെ എന്താണ്, പബ്ലിക് സെക്ടർ ബാങ്കുകൾ PSBs ഉണ്ട് അല്ലേ, ഇവയുടെ റീക്യാപിറ്റലൈസേഷൻ എന്ത് ഉപയോഗിക്കാം? ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ RRB, നബാർഡ്, എക്സിം ബാങ്ക് തുടങ്ങിയവയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ റെയിൽവേയിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്കൊക്കെ എന്ത് ചെയ്യാം? ഇത് ഉപയോഗിക്കാം. അപ്പോൾ ബേസിക്കലി എന്താണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ അത് എവിടെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ക്യാപിറ്റൽ റിലേറ്റഡ് ഫണ്ടുകളിൽ അല്ലേ, കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊക്കെ വേണ്ടി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ എന്താണ്? അതിൽ റവന്യൂ ഉണ്ട്, എക്സ്പെൻഡിച്ചറും ഉണ്ട് അല്ലേ. എല്ലാത്തിലും റവന്യൂവും എക്സ്പെൻഡിച്ചറും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്യാപിറ്റൽ എന്താണ്? ഇങ്ങോട്ട് റവന്യൂ വരുന്ന സമയത്ത് പല രീതിയിലുണ്ട് അല്ലേ. ബോറോയിങ് ഉണ്ട്, ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ഫണ്ട്സും നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ഫണ്ട്സും ഉണ്ടായിരുന്നു. ഡെപ്റ്റ് ക്രിയേറ്റിംഗിൽ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്റേണൽ ബോറോയിങ്ങും എക്സ്റ്റേണൽ ബോറോയിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ആ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ശേഷം ലഭിക്കുന്ന ആ പണം ഏത് അക്കൗണ്ടിലേക്കാണ് ഇടുക? നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. കാരണം ഈ തുക എന്തിലാണ് ബേസിക്കലി ഉപയോഗിക്കുന്നത്? റീക്യാപിറ്റലൈസേഷൻ, ഇൻവെസ്റ്റ്മെന്റ്, പിന്നെയും ഇൻവെസ്റ്റ്മെന്റ്, പിന്നെയും സബ്സ്ക്രിപ്ഷൻ, അതായത് ഇൻവെസ്റ്റ്മെന്റ് ബേസിക്കലി അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് ഉണ്ടാക്കുകയാണ്. ആ ഫണ്ടിലേക്കാണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന തുകയെല്ലാം എന്ത് ചെയ്യുന്നത്? വന്ന് ചേരുന്നത് എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മറക്കാതെ ആലോചിക്കുക. ഓക്കെ ആണല്ലോ ആ കാര്യം? ഓക്കെ, അടുത്ത നോക്കൂ. കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. അതായത് ഓപ്ഷനിൽ ചില സാധനം 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിലേതോ ഒന്ന് എന്തല്ല?
കറണ്ട് അക്കൗണ്ട്, ബാലൻസ് ഓഫ് പേയ്മെന്റ് പറയില്ലേ നമ്മൾ, എന്താണ് BOP എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്റ്റേണൽ സെക്ടർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. BOP, ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഈ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ഘടകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റലും ഒക്കെ ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കറണ്ട് അക്കൗണ്ടിൽ പെടാത്തത് ഏത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്തറിഞ്ഞാൽ മതി? കറണ്ട് അക്കൗണ്ടിൽ എന്തൊക്കെയാണുള്ളതെന്ന് അറിഞ്ഞാൽ മതി. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇതാ നോക്കൂ, ഇവിടെ കിടക്കുന്നുണ്ട്, അതേ സ്ലൈഡല്ലേ. എന്താണ് കറണ്ട് അക്കൗണ്ട് ഉള്ളത്? എക്സ്പോർട്ട് ഉണ്ട്, ഇമ്പോർട്ട് ഉണ്ട്. ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ട്രേഡ് ബാലൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ട്രേഡ് ബാലൻസിന്റെ ഒപ്പം നെറ്റ് ഇൻവിസിബിൾസും കൂടി ചേരുന്ന സമയത്ത് എന്തായി മാറും? നമുക്ക് അവസാനം കൃത്യമായിട്ട് എന്ത് ലഭിക്കുന്നതായിരിക്കും? നമുക്ക് കറണ്ട് അക്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഇതിലൊന്നും പെടാത്ത ഒരു ഉത്തരമാണ് ഇവിടെ വരുന്നത്, നമുക്ക് ഇതിൽ വരുന്നത്. ആ ഉത്തരം ഇവിടെ തന്നിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇൻവെസ്റ്റ്മെന്റ്സ് എന്നായിരുന്നു. എന്തായിരുന്നു? ഇൻവെസ്റ്റ്മെന്റ്സ്. ഇൻവെസ്റ്റ്മെന്റ്സ് ഒരു കറണ്ട് അക്കൗണ്ട് റിലേറ്റഡ് ആണോ? അല്ല. ഇൻവെസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് അല്ലെ വരുന്നത്. ഇൻവെസ്റ്റ്മെന്റുകൾ അതിലാണ് വരുന്നത്. അപ്പൊ കറണ്ട് അക്കൗണ്ട്, ബാലൻസ് ഓഫ് പേയ്മെന്റിലെ BOPയിലെ കറണ്ട് അക്കൗണ്ടിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അത് ഓർത്തെടുക്കണം. ഇവിടെ ചോദിച്ചിരുന്ന കറണ്ട് അക്കൗണ്ടിൽ വരാത്തത് നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേതാണ്? കൃത്യമായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് എക്സ്പോർട്സ് ആൻഡ് വാല്യൂ ഓഫ് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ഓഫ് എ കൺട്രി ഇൻ എ ഗിവൺ പീരിയഡ് ഈസ് നോൺ ആസ്. ഒരു ഗിവൺ പീരിയഡിൽ ഒരു രാജ്യം എക്സ്പോർട്ട് നടത്തുന്നുണ്ട്, ഇമ്പോർട്ട്സ് നടത്തുന്നുണ്ട്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നതാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ അത് പിന്നെയും കണ്ടതേ ഉള്ളൂ. എന്താണ് കണ്ടത്? നോക്കൂ, എക്സ്പോർട്ടുകൾ നടത്തുകയാണ്. എന്താണ്? റെസീപ്റ്റ്സ് അഗെയിൻസ്റ്റ് എക്സ്പോർട്ട് ഓഫ് മെർച്ചൻഡൈസ് ഗുഡ്സ് സർവീസസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദിസ് അല്ലേ. ഇമ്പോർട്ടിലോ അതുപോലെ തന്നെ ഇമ്പോർട്ട് നടത്തുന്നു. ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? കൃത്യമായിട്ട് എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം കിട്ടും. അത് നമ്മളെ എന്തിലേക്ക് നയിക്കും? ട്രേഡ് ബാലൻസിലേക്ക് നയിക്കും അല്ലേ. ഇത് എന്തായി മാറാം? ഫേവറബിളോ അൺഫേവറബിളോ ആയിട്ടുള്ള ട്രേഡ് ബാലൻസ് ആവാം. നമുക്ക് ചൈനയുമായിട്ട് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ബാലൻസ് ആണുള്ളത്, നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ട്രേഡ് ബാലൻസ് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്കലി എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ പറയുന്നത്. കൃത്യമായിട്ട് ഇവിടെ നോക്കൂ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് എക്സ്പോർട്സ് ആൻഡ് വാല്യൂ ഓഫ് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ഓഫ് എ കൺട്രി ഇൻ ദ ഗിവൺ പീരിയഡ്. ഗുഡ്സ് മാത്രമേ തന്നിട്ടുള്ളൂ, സർവീസസ് ഇല്ല അല്ലേ. ഇവിടെ നമ്മൾ പ്രത്യേകം എന്ത് പറഞ്ഞിട്ടുണ്ട്? ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. റെസീപ്റ്റ്സ് അഗെയിൻസ്റ്റ് എക്സ്പോർട്ട് ഓഫ് മെർച്ചൻഡൈസ് ഗുഡ്സ് എന്തില്ല? സർവീസസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് അല്ലേ. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താലോചിക്കുക? ഈ കറണ്ട് അക്കൗണ്ടുമായിട്ടും ഇതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പോയി റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻവിസിബിൾസിന്റെ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിന് ശേഷമുള്ള സ്ലൈഡിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ വരും? ഈ ഇൻവിസിബിൾസ് എന്ന് വെച്ചാൽ സർവീസുകൾ വരും, ട്രാൻസ്ഫറുകൾ വരും, ഇൻകമുകൾ വരും അല്ലേ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാൻ ശ്രമിക്കുക? നിങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് നോക്കൂ. Which central agency regulates and monitors housing sector in India? ആരാണ്? റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി, റെയറ അല്ലേ. 32ാമത്തേതോ? നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്കാണ് എന്തെല്ലാം പോകുന്നത്? പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകളുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് കിട്ടുന്ന, ഗവൺമെന്റിന് കിട്ടുന്ന പണം എവിടെയാണ് നിക്ഷേപിക്കപ്പെടുക? നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്കാണ്. ഇത് പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ അടിയിലാണ് എന്ത് വരുന്നത്? അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പുതിയ ഹെഡിങ് ആയിട്ട് നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്നതിൽ കിടക്കുന്നത് എന്നുകൂടി ആലോചിക്കുക. ശേഷം എന്താണ്? കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. എന്താണ്? തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റുകളില്ല. അതിൽ എന്തൊക്കെയാണുള്ളത്? എക്സ്പോർട്ടുകളുണ്ട്, ഇമ്പോർട്ടുകളുണ്ട്. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള രീതിയിൽ ട്രേഡ് ബാലൻസ് ഉണ്ട്. അതിനുശേഷം നെറ്റ് ഇൻവിസിബിൾസും ഉണ്ട് അല്ലേ. ഇൻവെസ്റ്റ്മെന്റുകളല്ല ഉള്ളത്, ഇൻവിസിബിൾസ് ആണ് ഉള്ളത്. ഇനി അവസാന ക്വസ്റ്റ്യൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് എക്സ്പോർട്സ് ആൻഡ് വാല്യൂസ് ഓഫ് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ഓഫ് എ കൺട്രി. ഗുഡ്സ് കണ്ടോ, ഗുഡ്സ് മാത്രം. ഗുഡ്സ് ഓഫ് എ കൺട്രി ഇൻ എ ഗിവൺ പീരിയഡ് ഈസ് നോൺ ആസ് ബാലൻസ് ഓഫ് ട്രേഡ്. കൃത്യമാണല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. ഈ എല്ലാ ചോദ്യങ്ങളും കൃത്യമായി നിങ്ങൾക്കറിയാം. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും കയറി വന്നിട്ടുള്ളത് തന്നെയാണ്. സ്ലൈഡുകളുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കാൻ എക്കണോമിക്സ് തീർച്ചയായിട്ടും സമയം ഉണ്ടാവില്ല. എന്ത് ചെയ്യുക? വേഗത്തിലൊന്ന് ഓടിച്ചു വിടുക. അതിലൂടെ അതിന് ശേഷം തന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടുകൂടി കേട്ടിരുന്നതിന് വളരെയധികം നന്ദി.